ശക്തിയുള്ളവനേ, കർത്താവമേശു ക്രിസ്തുവേ, കർത്താവമേശു ക്രിസ്തുവേ. സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരമുള്ളവനേ, ശക്തിയുള്ളവനേ, കർത്താവമേശു ക്രിസ്തുവേ, കർത്താവമേശു ക്രിസ്തുവേ. സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരമുള്ളവൻ, സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരമുള്ളവനേ, ശക്തിയുള്ളവനേ, കർത്താവമേശു ക്രിസ്തുവേ, കർത്താവമേശു ക്രിസ്തുവേ. അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം രാജാവ്, മാത്രം രാജാവ്, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം രാജാവ്, അങ്ങ് മാത്രം അത്യുന്നതൻ, അങ്ങ് മാത്രം ഏകരക്ഷകൻ, അങ്ങ് മാത്രം അത്യുന്നതൻ, അങ്ങ് മാത്രം ഏകരക്ഷകൻ. അങ്ങേ വാഴ്ത്തുന്നു, സ്തുതി പാടുന്നു, തിരുനാമമുയർത്തുന്നു. അങ്ങേ വാഴ്ത്തുന്നു, സ്തുതി പാടുന്നു, തിരുനാമമുയർത്തുന്നു. എല്ലാ സ്തുതിയും അങ്ങേക്ക്, എല്ലാ മഹത്വവും അങ്ങേക്ക്, എല്ലാ സ്തുതിയും അങ്ങേക്ക്, എല്ലാ മഹത്വവും അങ്ങേക്ക്, എല്ലാ സ്തുതിയും, എല്ലാ സ്തുതിയും അങ്ങേക്ക്, എല്ലാ മഹത്വവും അങ്ങേക്ക്, എല്ലാ നന്ദിയും, എല്ലാ നന്ദിയും അങ്ങേക്ക്, എല്ലാ സ്നേഹവും, എല്ലാ സ്നേഹവും അങ്ങേക്ക്, എല്ലാ നന്ദിയും, എല്ലാ നന്ദിയും അങ്ങേക്ക്, എല്ലാ സ്നേഹവും അങ്ങേക്ക്, എല്ലാ ആരാധനയും, എല്ലാ ആരാധനയും അങ്ങേക്ക്, എല്ലാ പുകഴ്ചയും, എല്ലാ പുകഴ്ചയും അങ്ങേക്ക്. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 may glory, hallelujah, 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 hallelujah.
Hallelujah. Hallelujah. Hallelujah. Hallelujah. Hallelujah. Hallelujah. Fire on you. Ave Maria. Ave Maria. Ave Maria. Fire on you. Ave Maria. Ave Maria. Ave Maria. Ave Maria. Ave Maria. Ave
സക്കറിയ പുരോഹിതൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന് പരിശുദ്ധ കന്യാമറിയം എലിസബത്തിനെ കണ്ട മാത്രയിൽ അവളെ അഭിവാദ്യം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ട് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഘോഷിച്ചു, നീ സ്ത്രീകൾ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശുവിൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ ഒരാൾ ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ ഒരാൾ ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഓ കർത്താവിൻ്റെ അമ്മേ, ദൈവകൃപ നിറഞ്ഞവളേ, കർത്താവ് തന്നോട് കൂടെ എന്ന് ഗബ്രിയേൽ ദൂതനാൽ അഭിവാദനം ചെയ്യപ്പെട്ടവളെ, അവിടുന്ന് കർത്താവിൻ്റെ അമ്മയാണ്. കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? 2000 വർഷം മുമ്പ് എലിസബത്ത് ഏറ്റു പറഞ്ഞെങ്കിൽ ഇന്ന് ഞാനും ഏറ്റു ചോദിക്കുകയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഞാനായിരിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ അമ്മയുടെ വീട്ടിലാണ്. ഞാനായിരിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ അമ്മയുടെ ഭവനത്തിലാണ്. അമ്മയുടെ ഭവനത്തിൽ ഞാൻ വരാൻ എനിക്കെന്ത് യോഗ്യതയാണുള്ളത്? എൻ്റെ കർത്താവിൻ്റെ അമ്മയുടെ ഭവനത്തിൽ ഞാൻ കാല് വയ്ക്കാൻ എനിക്കെന്ത് യോഗ്യതയാണുള്ളത്? അങ്ങയുടെ കരുണയാണ്, അങ്ങയുടെ സ്നേഹമാണ് പരിശുദ്ധ അമ്മയെ എന്നോട് കൊണ്ടുവന്നത്. ഈ ജീവൻ്റെ നാട്ടിൽ എനിക്ക് ജീവൻ നൽകുവാൻ വേണ്ടി, സമൃദ്ധമായ ജീവൻ തന്നെ പുത്രൻ വഴി നൽകുവാൻ വേണ്ടി എന്നോട് കൂട്ടിച്ചേർത്തല്ലോ ഞാൻ നന്ദി പറയുന്നു. എന്നെ പുറമായിട്ട് സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, എലിസബത്തും സക്കറിയായും അവർ ദൈവത്തിന് മുമ്പിൽ കുറ്റമറ്റവരായിരുന്നു. അവർ ദൈവത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ച് ജീവിച്ച് വിശുദ്ധരായിരുന്നു. അവർ ആ ഭവനത്തിലേക്കാണ് പരിശുദ്ധ അമ്മ കടന്നു വന്നത്. ഞാൻ കടന്നു വന്നതോ ലോകത്തിൻ്റെ പാപങ്ങളും അശുദ്ധിയും ലക്ഷതകളും പേറി ഒരു പരിശുദ്ധമായ കർത്താവിൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും John 6:44 യേശു അരുളി ചെയ്തു, unless drawn by my Father no one can come to me. Unless drawn by my Father no one can come to me. എൻ്റെ പിതാവിൽ ആകർഷിക്കപ്പെടുന്ന ആർക്കും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധ്യമല്ല. അതെ, പിതാവ് ആകർഷിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളുടെ ആയിരിക്കുന്നത്. നന്ദിയോടെ നമ്മളെ തന്നെ സമർപ്പിക്കാം. യോഹന്നാൻ 6:37 യേശു വാഗ്ദാനം തരികയാണ്, എൻ്റെ അടുക്കലേക്ക് വരുന്നവനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. പിതാവ് ആകർഷിച്ച് കൊണ്ടുവന്നെങ്കിൽ, പരിശുദ്ധ മറിയത്തിൻ്റെ നാട്ടിലേക്ക് ഈ ഭവനത്തെ കൊണ്ടുവന്നെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന യേശുവിൻ്റെ അടുക്കലേക്കാണ്. യേശുവിൻ്റെ വാഗ്ദാനമാണ്, എൻ്റെ അടുക്കലേക്ക് വരുന്നവനെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അതിനാൽ ഉപേക്ഷിക്കപ്പെടാതെ ദൈവത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞവരായി മടങ്ങിപ്പോകുവാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ആവശ്യങ്ങളും നിയോഗങ്ങളുമൊക്കെ നമ്മളിവിടെ മതാനുവിൽ സമർപ്പിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം പരിശുദ്ധമേ ആവശ്യപ്പെടുകയാണ്, നമ്മുടെ വിശുദ്ധീകരണം. കാരണം നമ്മൾ കിടക്കുന്ന പാപങ്ങളും അശുദ്ധിയും അയോഗ്യതകളാണ്. നമ്മളെ സ്പർശിക്കുവാനോ നമ്മളെ അനുഗ്രഹിക്കുവാനോ സാധ്യമല്ലാത്ത വണ്ണം നമ്മൾക്ക് ഭരണം നടത്തുന്ന പാപത്തിൻ്റെ ശക്തികൾ നമ്മൾ വിട്ടുപോകണം. ആ പാപത്തിൻ്റെ അവസരം ഒരിക്കലും നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ സാധ്യമല്ല. കാരണം പാപം പിശാചിൻ്റെ പ്രവൃത്തിയാണ്, അത് പിശാചിൻ്റെ ശക്തിയാണ് പാപം. ഒരു പാപം ചെയ്യുമ്പോൾ ആ പാപത്തിലൂടെ പിശാചാണ് ആ മനുഷ്യന് മേൽ ഭരണം നടത്തുന്നത്, അവനെ നിയന്ത്രിക്കുന്നത്. അവൻ്റെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും അവൻ്റെ ആലോചനകളെയും വികാര വിചാരങ്ങളെയും ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളെയും അവയവങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് പിശാചാണ്, പാപത്തിലൂടെ കടന്ന് പിശാച്. അതിനാൽ ദൈവത്തിൻ്റെ നിയന്ത്രണങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ പ്രിയപ്പെട്ടവർ. കണ്ണുകളടച്ചുകൊണ്ട് കൈകൾ നമുക്ക് തുറന്നു പിടിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയോട് പറയാം, അമ്മേ, ഞാനൊരു പാപിയായോട് വന്നിരിക്കുകയാണ്. ഞാൻ പാപം നിറഞ്ഞവനാണ്, ഞാൻ പാപത്തിൽ ഉരുവാക്കപ്പെട്ടവനാണ്, ഞാൻ ജനിച്ചത് പാപത്തിലാണ്, ഞാൻ ജീവിക്കുന്നത് പാപത്തിലാണ്. നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോഴും നന്മ ചെയ്യാൻ സാധിക്കാതെ തിന്മ ചെയ്തു പോവുകയാണ്. എന്നെ സഹായിക്കണമേ. എന്നെ ഭരിക്കുന്ന പാപത്തിൻ്റെ ശക്തികളെ പിഴുതെറിയുവാൻ,
അപ്പോൾ എൻ്റെ കാൽക്കീഴിൽ ചവിട്ടി മെതിക്കുവാൻ തക്കവണ്ണം എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നെ എറിഞ്ഞു കെട്ടിയിരിക്കുന്ന ചണക്കയറുകളുടെ മേൽ, ചങ്ങലകളുടെ മേൽ അഗ്നി ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്, സാംസനെ വരിഞ്ഞു കെട്ടി അവനെ കൊല്ലുവാൻ വേണ്ടി ഫിലിസ്ത്യർ കൽപ്പിച്ചു കൊടുത്ത അവൻ്റെ ആളുകൾ ഇതാ ചണക്കയറുകൾ കൊണ്ട് കെട്ടപ്പെട്ട സാംസൻ അപ്രകാരം അവനെ വധിക്കാൻ വേണ്ടി ഫിലിസ്ത്യർ സമീപിച്ചപ്പോൾ വളരെ പെട്ടെന്നാണ് സ്വർഗത്തിൽ നിന്നും കർത്താവിൻ്റെ അഗ്നി ഇവിടെ പതിച്ചത്. സാംസനമിൽ ഇറങ്ങി വന്ന അഗ്നി അവന് വരിഞ്ഞിട്ട് ചണക്കയറുകളെ കത്തിച്ചു കളഞ്ഞു. സാംസൺ സ്വതന്ത്രനായി തന്നെ വധിക്കാൻ വന്നവരെ അവൻ തകർത്ത് കളഞ്ഞു. കർത്താവെ പ്രാർത്ഥിക്കുന്നു, പിശാച് പാപത്തിലൂടെ എന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്. എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും ആത്മാവിനെയും ബന്ധിച്ചിട്ടിരിക്കുന്നു. പ്രാർത്ഥിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, സ്തുതിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, എനിക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല. ദൈവം എൻ്റെ ചിന്തകളെല്ലാം വേറിട്ട് പോവുകയാണ്. എനിക്കെൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിക്കുന്നില്ല. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. എൻ്റെ മേൽ കരുണ തോന്നണേ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പാപത്തെയും മരണത്തെയും നരകത്തെയും സാത്താനെയും ജയിച്ചവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, എല്ലാ നാമത്തിനും ഉപരിയായ നാമമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവേ, എന്നെ വിടുവിക്കണമേ, എന്നെ വീണ്ടെടുക്കണമേ, എന്നെ മോചിപ്പിക്കണമേ. എന്നെ വരിഞ്ഞു കെട്ടിയ ചണക്കയറുകളെ കത്തിച്ചു കളയുവാൻ അഗ്നി അയക്കണമേ. എന്നെ വരിഞ്ഞു കെട്ടിയ ചങ്ങലകളെ തകർക്കുവാൻ ശക്തി അയക്കണമേ. അപ്പോ 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 ഹൃദയം തുറന്ന് വിളിക്കട്ടെ, അതിരം തുറന്ന് വിളിക്കട്ടെ. അപ്പോ 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 പിതാവേ, അപ്പോ. എല്ലാവരും വിളിക്കട്ടെ, ശക്തിയോടെ വിളിക്കട്ടെ. അപ്പോ സ്തുതിക്കുന്നു, സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. പിതാവിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പരിശുദ്ധാത്മാവ് അവിടുത്തെ സ്നേഹത്താൽ നിന്റെ ഹൃദയത്തെ നിറയ്ക്കട്ടെ. ഉണങ്ങി വരണം നിന്റെ ഹൃദയത്തിലേക്ക് ആത്മാവിൻ്റെ പെരുമഴ പെയ്ത് ഇറങ്ങട്ടെ. ആത്മാവിൻ്റെ പെരുമഴ പെയ്ത് ഇറങ്ങട്ടെ. മഞ്ഞും മഴയും ആകാശത്തു നിന്ന് വരുന്നു, അത് ഭൂമിയെ നനയ്ക്കുന്നു. ഭൂമി സസ്യങ്ങൾ മുളപ്പിച്ച് ഫലങ്ങൾ പുറപ്പെടുവിച്ച് ഭക്ഷിക്കാൻ ആഹാരവും വിതയ്ക്കാൻ വിത്തും ലഭ്യമാക്കുന്നു. കർത്താവ് ചെയ്യുന്നു. ഇതുപോലെയാണ് എൻ്റെ അതിരത്തിൽ പുറപ്പെടുന്ന ഓരോ വാക്കും, അത് ഫലരഹിതമായി തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു. മഴ പരിശുദ്ധാത്മാവാണ്, മഞ്ഞ് ജ്ഞാനമാണ്. ആ മഞ്ഞ് മഴ ഇവിടെ ഇറങ്ങി വരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വചനം തേനാണ്. എസെക്കിയേൽ പറയുന്നു, ഞാൻ ആ ചുരുള് ഭക്ഷിച്ചപ്പോൾ ആ വചനം എൻ്റെ നാവിൽ തേൻ പോലും മധുരിച്ചു. ജ്ഞാനമായ പരിശുദ്ധ ജ്ഞാനമായ മഞ്ഞേ, മഴയായ പരിശുദ്ധാത്മാവേ, തേനായ പരിശുദ്ധ വചനമേ, ഇവിടെ പെയ്തിറങ്ങണമേ, ഇവിടെ പെയ്തിറങ്ങണമേ. എന്നെ വിശുദ്ധീകരിച്ച്, എന്നെ രൂപാന്തരപ്പെടുത്തി, എന്നെ സുഖപ്പെടുത്തി, എന്നെ സ്വതന്ത്രനാക്കി, രൂപാന്തരപ്പെടുത്തി പുതിയ സൃഷ്ടിയാക്കുവാൻ വചനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വലിയ ശക്തി അയച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിനെ ഞങ്ങൾ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഗ്ലോറി, ഹല്ലേലൂയ, 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 ഗ്ലോറി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അപ്പാ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. ഈ വചനം ഏറ്റു പറയാം. മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു. മഴയെ ഓർക്കുക, മഞ്ഞിനെ ഓർക്കുക. മഴ, ശക്തമായ മഴ, അത് ചാറ്റമഴയായിട്ട് പെയ്യാം, പെരിയ മഴയായിട്ട് പെയ്യാം, പെരുമഴയായിട്ട് പെയ്യാം. ഏത് മഴ നീ ആഗ്രഹിക്കുന്നു ആ മഴ നീ ഓർക്കുക. അതിൽ മഞ്ഞ് മൂടൽ മഞ്ഞായിട്ട് വരാം,
കട്ടിയേറിയ മഞ്ഞായിട്ട് വരാം. മഞ്ഞ് ജ്ഞാനമാണ്, മഴ പരിശുദ്ധാത്മ അഭിഷേകമാണ്. കൂടുതൽ കൂടിച്ചേർക്കുകയാണ് വചനം, തേൻ. വചനമാണ് തേൻ. അത് മൂന്നും ഇവിടെ വർഷിക്കപ്പെടുക, അയക്കപ്പെടുകയാണ്. അത് നിൻ്റെ ആഗ്രഹം, നിൻ്റെ ഹൃദയമാണ് വയൽ. എത്രമാത്രം നിനക്ക് ദാഹമുണ്ടോ അതനുസരിച്ചായിരിക്കും ആ അഭിഷേകം ഇറങ്ങി വരിക. നിനക്ക് യാതൊരു ആഗ്രഹവും താല്പര്യവും ഇല്ല എങ്കിൽ അത് നേരിയ മൂടൻ മഞ്ഞ് പോലെ വന്നു പോകും. നിനക്ക് അനുഭവിക്കാൻ പോലും പറ്റുന്നു വരില്ല. ഹൃദയം തുറന്നു കൊടുത്ത് സങ്കീർത്തനം 63 സങ്കീർത്തനം ദാവീദ് പറയുന്നു, എൻ്റെ ആത്മാവ് അങ്ങയെ തേടുന്നു, എൻ്റെ ശരീരം അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. ഇതിന് പറയാം, കർത്താവേ, ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു, എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. കർത്താവ് ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു, എൻ്റെ ആത്മാവ് അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു, എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. ആകയാൽ വിശ്വസ്വർഗത്തിൽ നിന്ന് മഴയും മഞ്ഞും തേനും അയച്ചു തരണമേ. മഴയും മഞ്ഞും തേനും അയച്ചു തരണമേ. ആകാശത്തു നിന്ന് മഴയും മഞ്ഞും ഭൂമിയെ നനച്ച് അങ്ങോട്ട് മടങ്ങാതെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ജ്ഞാനവും പരിശുദ്ധാത്മാവും എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് അയക്കപ്പെട്ട് ഫലങ്ങൾ പുറപ്പെടുവിച്ച് തിരിച്ചു പോകാതെ എന്നിൽ വസിക്കട്ടെ. വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവുമായി എനിക്ക് ലഭിക്കുന്ന വചനം രൂപാന്തരപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദാഹം അകറ്റണമേ, എൻ്റെ വിശപ്പ് അകറ്റണമേ, എൻ്റെ ദാഹം അകറ്റണമേ, എൻ്റെ വിശപ്പ് അകറ്റണമേ. ജ്ഞാനം നൽകണമേ, വചനം നൽകണമേ, പരിശുദ്ധമായ ജ്ഞാനമേ, അത്യുന്നത ശക്തിയെ, അത്യുന്നത ശക്തിയെ, അവിടുത്തെ മഹത്വത്തിൻ്റെ ശുദ്ധമായ നിസ്സരണമേ. അങ്ങേക്കും മഹത്വം, അങ്ങേക്കും മഹത്വം. ജ്ഞാനം സ്തുതിക്കപ്പെടട്ടെ, ജ്ഞാനം പുകഴ്ത്തപ്പെടട്ടെ, സർവരാലും സ്തുതിക്കപ്പെടട്ടെ, മഹത്വപ്പെടട്ടെ. ജ്ഞാനമേ സ്തുതി, ജ്ഞാനമേ സ്തുതി, ജ്ഞാനമേ സ്തുതി. അവേ മരിയ, അവേ മരിയ, അവേ മരിയ, അവേ മരിയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. എല്ലാ ആധിപത്യങ്ങളെയും പ്രഭുത്വങ്ങളെയും ബന്ധിക്കുന്നു, എല്ലാ നാരിക ശക്തികളെ ബന്ധിക്കുന്നു, എല്ലാ അശുദ്ധാത്മാക്കളെ ബന്ധിക്കുന്നു, എല്ലാ പിശാചുകളെ ബന്ധിക്കുന്നു, സകല പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ശക്തികളെയും ബന്ധിക്കുന്നു. കീഴടങ്ങുക, കീഴടങ്ങുക. എല്ലാ മുട്ടുകളും മടങ്ങട്ടെ, എല്ലാ ശക്തികളും കീഴടങ്ങട്ടെ. ശത്രുവിന്റെ ശക്തികൾ കീഴടങ്ങ്, കീഴടങ്ങുക, കീഴടങ്ങുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഗ്ലോറി ആരാധന, ഗ്ലോറി ആരാധന, ഗ്ലോറി ആരാധന. പിതാവിൽ നിന്ന് പുറപ്പെട്ടു വരുന്നവനാണ് പരിശുദ്ധാത്മാവ്. വചനവും ജ്ഞാനവും പിതാവിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. പിതാവ് നൽകുന്നില്ല ഒന്നും ലഭിക്കില്ല. ഇതതിൻ്റെ മേൽ അവിടുന്ന് പെയ്തിറങ്ങണമേ, മഴയായി പെയ്തിറങ്ങണമേ പരിശുദ്ധാത്മാവേ. സ്തോത്രം, ഗ്ലോറി. Hallelujah, glory. Hallelujah, glory. Hallelujah, glory. Hallelujah, glory. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. Glory, glory. തീപോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, അപ്പനദിയായി ഒഴുകണമേ. തീപോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, അഗ്നിയായി ഒഴുകണമേ.
അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ഇനി ആത്മാവിൽ നിറയ്ക്കണമേ അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു ആകാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു ആകാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു ഇസ്രായേലിൻ ദൈവമേ ആ തീയന്മേൽ ഇറക്കണമേ സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു ഇസ്രായേലിൻ ദൈവമേ ആ തീയന്മേൽ ഇറക്കണമേ തീപോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ
എല്ലാറ്റിനെയും വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവ്. യേശുവിൻ്റെ നാമത്തിൽ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് അവിടുത്തെ രക്തത്താൽ കഴുകപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ അതാണ് പരിശുദ്ധാത്മാവിന് വരുവാനുള്ള വഴി. ഒരു നിമിഷം കണ്ണുകളടച്ച് കയ്യിൽ നിന്ന് ജോടി ചേർത്ത് പിടിച്ച് ഹൃദയത്തിൽ നീ ദൈവത്തോട് പറയണം, ഞാൻ പാപിയാണ്, ഞാൻ പാപത്തിൽ ജീവിച്ചവനാണ് ദൈവമേ. അങ്ങയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കാതെ ഞാൻ അവയ്ക്കെതിരായി ചെയ്തു പോയ പാപങ്ങളുണ്ട്. കഴിഞ്ഞു പോയ നാളുകളിൽ ഇന്നും അതിൻ്റെ വേരുകൾ എന്നെ ആക്രമിക്കുകയാണ്. എൻ്റെ ചിന്തകളെ സ്വാധീനിച്ച് എൻ്റെ മനസ്സിനെ തകർത്ത് നിരാശപ്പെടുത്തി ദുഃഖഭാരം തന്ന് വെറുപ്പും വിദ്വേഷവും പകർന്നു തന്ന് കർത്താവേ എന്നെ ദൈവസ്നേഹത്തിൽ മകറ്റിക്കളയുന്ന എൻ്റെ ഉള്ളിൽ കിടക്കുന്ന പാപത്തിൻ്റെ സ്വാധീനങ്ങൾ, വീണ്ടും എന്നെ ജഡികമായ പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന നീലചിത്രങ്ങളുടെ ബ്ലൂ ഫിലിമിൻ്റെ സ്വാധീനങ്ങൾ, മദ്യാസക്തി, ഏതെല്ലാം രീതിയിലാണ് നിൻ്റെ മേൽ പ്രലോഭനങ്ങൾ ഞെരുക്കുന്നത്. കർത്താവിൻ്റെ അഗ്നി ഇറങ്ങി അതിനെല്ലാം ശുദ്ധി ചെയ്യട്ടെ. നിന്റെ പാപങ്ങൾ ക്ഷമിക്കണമെന്ന് അവിടുത്തോട് പറയുക. പ്രകാരം പറയും, കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ. ഞാൻ പാപിയാണ് എന്ന് ഞാൻ ഏറ്റുപറയുന്നു. പിതാവായ ദൈവമേ, അങ്ങേക്കെതിരായി, സ്വർഗത്തിനെതിരായി ഞാൻ പാപം ചെയ്തു പോയി. അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. കർത്താവേ, എന്നോട് കരുണ കാണിക്കണമേ. അങ്ങയുടെ പ്രിയപുത്രനായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഏറ്റെടുത്ത പാപപരിഹാര ബലിയുടെ യോഗ്യതയാൽ യേശു എനിക്ക് വേണ്ടി ശിക്ഷിക്കപ്പെട്ട, അവിടുന്ന് സഹിച്ച ഓരോ വേദനയുടെയും യോഗ്യതയാൽ എൻ്റെ മേൽ ഭരണം നടത്തുന്ന പാപശക്തികളെ തകർത്തു കളയണമേ. യേശു സഹിച്ച ഓരോ വേദനയുടെയും യോഗ്യതയാൽ എൻ്റെ മേൽ ഭരണം നടത്തുന്ന പാപശക്തികളെ തകർത്തു കളയണമേ, നശിപ്പിച്ചു കളയണമേ. എൻ്റെ ഹൃദയത്തിൽ നിന്ന്, എൻ്റെ ശരീരത്തിൽ നിന്ന്, എൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന്, എൻ്റെ ആത്മാവിൽ നിന്ന് നശിപ്പിച്ചു കളയണമേ. ദുഷ്ടൻ്റെ എല്ലാ സ്വാധീനങ്ങളും എന്നെ വിട്ടുപോകട്ടെ. യേശുവേ, 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 കർത്താവായ യേശുവേ, എന്നെ രക്ഷിക്കണമേ. എന്നോട് കരുണ കാണിക്കണമേ. എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. എന്നെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ, പൊറുക്കണമേ, മാപ്പാക്കണമേ. കർത്താവേ, അങ്ങേക്കെതിരായി, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെതിരായി ഞാൻ ചെയ്തു പോയ ഓരോ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുവാനും പാപങ്ങൾ ഏറ്റുപറയുവാനും ഉപേക്ഷിക്കുവാനും എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ കർത്താവായി, എൻ്റെ ദൈവമായി, എൻ്റെ രക്ഷകനായി എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിക്കുന്നു. പാപത്തെയും പിശാചിനെയും ഞാൻ ഉപേക്ഷിക്കുന്നു, ഞാൻ തള്ളിപ്പറയുന്നു. എൻ്റെ ജീവിതത്തിൽ നിന്ന് സാത്താൻ വിട്ടുപോകട്ടെ. ഞാൻ ചെയ്തു പോയിട്ടുള്ള പ്രമാണ ലംഘനങ്ങളിലൂടെ അവസരം കണ്ടെത്തി എന്നെ ഭരണം നടത്തുന്ന സാത്താന ശക്തികളെ, അശുദ്ധാത്മാക്കളെ, ദുഷ്ടപിശാചികളെ വിട്ടുപോവുക, വിട്ടുപോവുക. എന്നെ വിട്ടുമാറുക, എൻ്റെ ശരീരത്തെ വിട്ടുമാറുക. സകല പാമ്പുകളും സകല തേളുകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ, വിട്ടുമാറട്ടെ. എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. സാത്താൻ വിട്ടുമാറ്, വിട്ടുമാറ്. ദുരിതങ്ങൾ വിട്ടുമാറ്, ദുരിതങ്ങൾ വിട്ടുമാറ്. ദുരാത്മാക്കൾ വിട്ടുമാറ്, പരിശുദ്ധാത്മാക്കൾ വിട്ടുമാറ്. രോഗശക്തികൾ വിട്ടുമാറ്, രോഗപീഠകൾ വിട്ടുമാറട്ടെ, വിട്ടുമാറട്ടെ. എൻ്റെ മനസ്സ് സ്വതന്ത്രമാകട്ടെ, എൻ്റെ മനസ്സ് സ്വതന്ത്രമാകട്ടെ. എൻ്റെ തലച്ചോറിലെ കോശങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ, എൻ്റെ തലച്ചോറിലെ കോശങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ രക്തമേ എന്നെ കഴുകണമേ, തിരു രക്തമേ എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു.
യേശുവേ ആരാധന, ആരാധന, ആരാധന. ഗ്ലോറി ആരാധന, ഗ്ലോറി ആരാധന, ഗ്ലോറി ആരാധന. സ്തുതിക്കുക, അതർ നിറ സ്തുതിക്കുക, ഹൃദയം നിറ സ്തുതിക്കുക. യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, സ്വതന്ത്രരാകട്ടെ. Be free, be free. Hallelujah, 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 hallelujah. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഇരുകരങ്ങളിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കാം, കണ്ണിലടച്ച്. കർത്താവ് യേശുവിൽ നീ വിശ്വസിക്കുന്നുവോ? കർത്താവ് യേശുവിൽ നീ വിശ്വസിക്കുന്നുവോ? നീ പാപത്തെയും പിശാചിനെയും ഉപേക്ഷിക്കുന്നുവോ? നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമായി നീ സമർപ്പിക്കുന്നുവോ? ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ. നിന്റെ നിരവധിയായ പാപങ്ങൾ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ക്ഷമിക്കപ്പെടട്ടെ, ക്ഷമിക്കപ്പെടട്ടെ, ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. Be free, be free, be free. തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. യേശുവിന്റെ പരിശുദ്ധമായ രക്തം അവൻ ഒഴുകിയിറങ്ങി നിന്റെ ശരീരത്തെ, ഹൃദയത്തെ, മനസ്സിനെ, ആത്മാവിനെ കഴുകി ശുദ്ധീകരിക്കട്ടെ. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും നമ്മെ ശുദ്ധീകരിക്കുന്നു. എന്നിട്ട് പറയാം, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തമേ, എന്നെ വീണ്ടെടുക്കണമേ, എന്നെ മുദ്രിതപ്പെടുത്തണമേ. യേശുവിൻ്റെ തിരുരക്തമേ, എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ വീണ്ടെടുക്കണമേ, എന്നെ മുദ്രിതപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ വീണ്ടും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളെ നിരുപാധികം ക്ഷമിച്ചവനായ കർത്താവിന് നമുക്ക് നന്ദി പറയാം. ബന്ധനസ്ഥരായി കിടക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങളെ നമുക്ക് ഓർമ്മിക്കാം. മരണം മൂലം വേർപിരിഞ്ഞു പോയ ഓരോ ആത്മാക്കളെയും, കുടുംബങ്ങളിൽ അബോർഷനിൽ മരിച്ച കുഞ്ഞുങ്ങൾ, ഉദരത്തിൽ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, ജനിച്ചപ്പോൾ മരിച്ചവർ, ജ്ഞാനസ്ഥാനം സ്വീകരിച്ച് മരിച്ചവർ, സ്വീകരിക്കാതെ മരിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും സ്ഥാനം സമർപ്പിക്കാം. യൗവനം വരെയും ജീവിച്ചു മരിച്ചവരെ, യൗവനയുക്തനായി ജീവിച്ചു മരിച്ചവരെ, വിവാഹിതരായി ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു മരിച്ചു പോയവര്, വാർദ്ധക്യത്തിൽ ജീവിച്ചു മരിച്ചവര്, രോഗത്തിൽ മരിച്ചവര്, അപകടങ്ങളിൽ മരിച്ചവര്, കൊല്ലപ്പെട്ടവര്, ജീവിതത്തിലെ വലിയ ക്ലേശങ്ങളിലും ദുരിതങ്ങളിലും ദാരിദ്ര്യത്തിലും ജീവിച്ച് മരിച്ചു പോയവര്, കഠിനമായ വിദ്വേഷത്തിലും വെറുപ്പില് പകയിലും പ്രതികാരത്തിലും ജീവിച്ച് മരിച്ചു പോയവര്, നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രക്തം കൊണ്ടോ ജീവിതം കൊണ്ടോ നമ്മോട് ബന്ധപ്പെട്ടിട്ട് മരിച്ചു പോയിട്ടുള്ള എല്ലാവർക്കും പ്രാർത്ഥന കടപ്പെട്ടവരാണ്. അവരെല്ലാം രക്ഷ നമ്മുടെ കരങ്ങളിലൂടെയാണ് സംഭവിക്കേണ്ടത്, നമ്മുടെ പ്രാർത്ഥനയിലൂടെയാണ്. അതുകൊണ്ട് നമുക്ക് അവരെല്ലാം ഓർമ്മിക്കാം. ആത്മഹത്യയിൽ മരിച്ചവർ, സ്വയം തങ്ങളെ തന്നെ നാശത്തിന് വിട്ടുകൊടുത്ത് ആത്മഹത്യ ചെയ്ത ആളുകൾ, അവരെല്ലാം ബന്ധിക്കുന്നു. ആത്മാക്കളെയൊക്കെ ബന്ധിക്കുകയാണ്. സകല ആത്മാക്കളെയും ബന്ധിക്കുന്നു. വധിക്കപ്പെട്ടവരെ ബന്ധിക്കുന്നു, കൊന്നവരെ ബന്ധിക്കുന്നു, അപകടങ്ങളിൽ മരിച്ചവരെ ബന്ധിക്കുന്നു, പാമ്പൊടിയേറ്റ് മരിച്ചവരെ ബന്ധിക്കുന്നു, ദുർമരണങ്ങളെ മരിച്ചവരെ ബന്ധിക്കുന്നു. വാഹന അപകടങ്ങൾ, വെള്ളത്തിൽ വീണ്, വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ട്, ഇടിമിന്നലേറ്റ്, കറണ്ടടിച്ച്, തീപ്പൊള്ളലേറ്റ്, യുദ്ധങ്ങളിൽ
കലാപങ്ങളിലും മരിച്ചവരെ എല്ലാ ആത്മാക്കളെയും സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരവും ശക്തിയുള്ള സ്പിരിറ്റിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. അവരെല്ലാം കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ. എല്ലാ അന്ധകാര ശക്തികളെ ബന്ധിക്കുന്നു, എല്ലാ അന്തരീക്ഷ ശക്തികളെ ബന്ധിക്കുന്നു, എല്ലാ ആധിപത്യങ്ങളെ ബന്ധിക്കുന്നു, സകല പ്രബുദ്ധങ്ങളെ ബന്ധിക്കുന്നു. സ്വത്തൻ്റെ എല്ലാ ശക്തികളും കീഴടങ്ങട്ടെ, എല്ലാ അടിമകളും കീഴടങ്ങട്ടെ, എല്ലാ ആത്മാക്കളും കീഴടങ്ങ്, കീഴടങ്ങ്, കീഴടങ്ങട്ടെ. ഈ മേലാനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സകല അടിമകളെ ബന്ധിക്കുന്നു, ഈ സൂര്യ നഗരത്തെ ബന്ധിക്കുന്നു, ഈ സൂര്യനിലെ ദേശത്തെ ബന്ധിക്കുന്നു, പ്രധാന മലയെ ബന്ധിക്കുന്നു. സകല അടിമകളും കീഴടങ്ങട്ടെ, എല്ലാ അശുദ്ധാത്മാക്കളെ ബന്ധിക്കുന്നു. കീഴടങ്ങ്, കീഴടങ്ങ്, കീഴടങ്ങട്ടെ, കീഴടങ്ങുക. സറണ്ടർ, സറണ്ടർ ആൻഡ് സറണ്ടർ. തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഗ്ലോറി, ഹല്ലേലൂയ, 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 ഗ്ലോറി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു യേശുവേ. ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വമേ, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. കരയിലും കടലിലും ആകാശത്തിലും മരിച്ചിട്ടുള്ള എല്ലാ അടിമകളെയും ബന്ധിക്കുന്നു, എല്ലാ ആകാശശക്തികളെ ബന്ധിക്കുന്നു, അന്തരീക്ഷശക്തികളെ ബന്ധിക്കുന്നു, സമുദ്രത്തെ ബന്ധിക്കുന്നു, കടലിലുള്ള ആധിപത്യങ്ങളെ ബന്ധിക്കുന്നു. കീഴടങ്ങട്ടെ. എല്ലാ സമുദ്രങ്ങളെയും തൻ്റെ ശക്തി കടന്നു ചെല്ലട്ടെ. ഇവിടുത്തെ ഈ വചനം, ഈ ശുശ്രൂഷ, ഈ പ്രാർത്ഥനകൾ ഇത് ലോകത്തിൻ്റെ അതിരുകൾ വരെയും കടന്നു പോകട്ടെ. ഇത് ലോകത്തിൻ്റെ അതിരുകൾ വരെയും കടന്നു പോകട്ടെ. സകല ഭൂഖണ്ഡങ്ങളിലേക്ക് കടന്നു പോകട്ടെ. എല്ലാ രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലട്ടെ. സമുദ്രങ്ങളിലേക്ക് കടന്നു ചെല്ലട്ടെ. അത് ലോകത്തിൻ്റെ അതിരുകൾ വരെയും കടന്നു ചെല്ലട്ടെ. തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഗ്ലോറി. കർത്താവിന്റെ അഗ്നി ഇറങ്ങി വരട്ടെ. കർത്താവിന്റെ ശക്തി ഇറങ്ങി വരട്ടെ. കർത്താവിന്റെ അഭിഷേകം ഇറങ്ങി വരട്ടെ. ഈ ജനത്തെ പൊതിയുവാൻ, മൂടുവാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ശുദ്ധാത്മാക്കളെ ബന്ധിക്കുന്നു. വിട്ടുമാറ്, വിട്ടുമാറ്. ഈ ജനത്തെ വിട്ടുമാറ്. ഈ മനുഷ്യരെ വിട്ടുമാറ്. ഈ മക്കളെ വിട്ടുമാറ്. ഔട്ട്, ഔട്ട് ആൻഡ് ഔട്ട്. വിട്ടുമാറ്, വിട്ടുമാറ്, വിട്ടുമാറ്. സ്വതന്ത്രരാകട്ടെ, സ്വതന്ത്രരാകട്ടെ. ഹൃദയങ്ങൾ സ്വതന്ത്രമാകട്ടെ. ആത്മാവ് ഉണരട്ടെ. നിന്റെ ആത്മാവ് ഉണരട്ടെ. നിന്റെ അഭിഷേകം ഉണരട്ടെ. നിന്റെ അഭിഷേകം ഉണരട്ടെ. സ്പിരിറ്റ് ഇൻ ജീസസ്, സ്പിരിറ്റ് ഇൻ ജീസസ്, സ്പിരിറ്റ് ഇൻ ജീസസ്. റൈസ്. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നു, സ്തോത്രം, നന്ദി, മഹത്വം. ആമേൻ. ഗ്ലോറി, ആമേൻ. ഗ്ലോറി. യേശു വാഗ്ദാനം നൽകി തൻ്റെ പുസ്തകന്മാരോട് പറഞ്ഞു, യു വിൽ റിസീവ് പവർ when the Holy Spirit has come upon you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുക. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും. എന്നിട്ട് പറയുക, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. വിശ്വാസത്തോടെ, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും. വിളിച്ചു പറ, ഏറ്റു പറ. I want to command you to surrender the mighty name of Spirit in Jesus.
കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ. Glory. Hallelujah, glory. Come, Holy Spirit. Come, Holy Spirit. Glory. Glory. Glory, Abba. Glory. ശാന്തമായി, ശാന്തമായി, ശാന്തമായി. ഗ്ലോറി. അവിടുത്തെ തീനാവുകൾ ഈ മക്കളുടെ ശിരസിൽ പതിക്കാൻ, ഇവിടെ അധരങ്ങളെ തൊടാൻ പ്രാർത്ഥിക്കുന്നു. അവൻ വന്ന് നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തുമെന്ന യോഹന്നാന്റെ വാഗ്ദാനം, ജ്ഞാനത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ച ശ്രാവകൻ്റെ വാഗ്ദാനം ഇവിടെ മാംസം ധരിക്കട്ടെ. അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും നീ സ്നാനപ്പെടട്ടെ, നീ സ്നാനപ്പെടട്ടെ. അഗ്നിയാലും പരിശുദ്ധാത്മാവ് നീ സ്നാനപ്പെടട്ടെ. ഗ്ലോറി, ഗ്ലോറി. കണ്ണ് തുറന്ന് ഇവിടേക്ക് നോക്കുക. നിങ്ങൾക്ക് വരുന്നൊരു അഗ്നിയാണിലേക്ക് വരുന്നത്. ഗ്ലോറി. ഇതാ ആമേൻ. സഹോദരങ്ങൾ, ആമേൻ. ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. റഷ്യൻ ആമേൻ. പിന്നറ്റമാരെ, സഹോദരിമാരെ, ആമേൻ. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. തന്നെ ശ്രദ്ധിക്കണം. അന്യഭാഷകൾ ലഭിക്കട്ടെ, അന്യഭാഷകൾ, നാവില് തീക്കട്ടകൾ. ആമേൻ. ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആത്മാവിൽ സ്നാനപ്പെടട്ടെ, പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടട്ടെ. അന്യഭാഷകൾ സ്തുതിക്കട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. എല്ലാ പാത്രങ്ങളും നിറയട്ടെ. റുഹാ, എല്ലാ പാത്രങ്ങളും നിറയട്ടെ, എല്ലാ പാത്രങ്ങളും നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. നിറയട്ടെ, നിറയട്ടെ. സ്പിരിറ്റ് ഇൻ ജീസസ്, സ്പിരിറ്റ് ഇൻ ജീസസ്, സ്പിരിറ്റ് ഇൻ ജീസസ്, സ്പിരിറ്റ് ഇൻ ജീസസ്. ആമേൻ. ഗ്ലോറി. ആമേൻ. ഗ്ലോറി. കൈകളെ കോർത്ത് പിടിക്കുക. ഒരു നിരയിലുള്ളവർ കൈകളെ കോർത്ത് പിടിക്കുക. കണ്ണ് തുറന്ന് നിൽക്കണം. നിങ്ങൾക്ക് വരാവുന്ന ശക്തിയാണ്. നമ്മളേക്ക് അഭിഷേകം വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് സ്തുതിക്കാനോ പ്രാർത്ഥിക്കാനോ പറ്റൂ. നമ്മുടെ നാവിൽ അന്യഭാഷ പുറപ്പെടണമെങ്കിൽ നമുക്ക് അഗ്നിയുടെ അഭിഷേകം വരണം. സ്തുതിക്കുന്നു, സ്തോത്രം. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കൈ കൊടുത്തു പിടിച്ചോളൂ. സ്പിരിറ്റ് ഇൻ ജീസസ് കർത്താവിൻ്റെ ശക്തിയാണ്. സ്പിരിറ്റ് ഇൻ ജീസസ് കർത്താവിൻ്റെ അഗ്നിയാണ്, കർത്താവിൻ്റെ ശബ്ദമാണത്. എല്ലാ ആധിപത്യങ്ങളും ആ നാമത്തിന് മുമ്പിൽ മുട്ടുകളും മുടക്കും, കീഴടങ്ങും. സ്പിരിറ്റ് ഇൻ ജീസസ് നാമത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയും അധികാരവും നിൻ്റെ ആത്മാവിലേക്ക് പകരപ്പെട്ട് നിൻ്റെ ആത്മാവ് ഇപ്പോൾ ശക്തി പ്രാപിക്കട്ടെ, ചൂട് പിടിക്കട്ടെ, ജ്വലിക്കട്ടെ. ഗ്ലോറി, ആമേൻ. ഗ്ലോറി. കണ്ണു തുറന്നു നോക്കിക്കോളൂ, കണ്ണു തുറന്നു. Spirit in Jesus, 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 Spirit in Jesus. പുരുഷന്മാർ തന്നെ സ്തുതിക്കുക.
സഹോദരിമാരെ കയ്യിൽ കൊത്തി പിടിച്ച് കണ്ണ് തുറന്ന് അതേ ശക്തി, അതേ അഭിഷേകം, അതേ അധികാരം. Spirit in Jesus. 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 തന്നെ സ്തുതിക്കുക, എല്ലാവരും സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നു, സ്തോത്രം. നിങ്ങൾ വീണ്ടും കൈകോർത്ത് പിടിക്കണം. പുരുഷന്മാർക്ക് ഒരു പ്രാർത്ഥനയുണ്ട്. രണ്ട് വശത്ത് രണ്ട് അഭിഷേകമാണ് വന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കൈ ഇങ്ങനെയാണ് നിന്നത്. പക്ഷേ സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കൈ ഇങ്ങനെയാണ് പോയത്. അത് എന്താ പറയുക, വെട്ടിക്കളയുന്ന, ബന്ധനങ്ങളെ തകർത്തൊരു അഭിഷേകം കൊണ്ട് പോയത്. അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതേ മൂർച്ച. ആമേൻ, ആമേൻ. സ്തുതിക്കുന്നു, സ്തോത്രം. പകുതി മുതൽ പുറകോട്ടുള്ളവർക്ക് കർത്താവിൻ്റെ ശക്തി ഒരു ഇടിമിന്നലായിട്ട് നിങ്ങളെ ചൂഴ്ന്ന് ഇറങ്ങിപ്പോകട്ടെ. തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Your presence makes me whole. Your presence makes me whole. Hallelujah. Fire on you. Hallelujah.
ശിരസിൽ വയ്ക്കുക, കണ്ണുകളടയ്ക്കുക. പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്ന പരിശുദ്ധാത്മാവ്, അവിടുന്ന് പരിശുദ്ധനായ ദൈവം, ഹോളി സ്പിരിറ്റ് ഈസ് ഹോളി. അവിടുത്തെ പരിശുദ്ധി, അവിടുത്തെ പരിശുദ്ധി അതിൽ ഇറങ്ങി നിറയട്ടെ. അവിടുത്തെ പരിശുദ്ധൻ്റെ ആത്മാവിലേക്ക് ചൂഴ്ന്ന് ഇറങ്ങട്ടെ, എൻ്റെ ഹൃദയത്തിലേക്ക് ചൂഴ്ന്ന് ഇറങ്ങട്ടെ, എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങട്ടെ, എൻ്റെ ശരീരമാസകലം വ്യാപരിക്കട്ടെ, വ്യാപിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധി, He is holy, He is holy, so you should be holy. അവിടുത്തെ പരിശുദ്ധനാണ്, അതുകൊണ്ട് നീയും പരിശുദ്ധനാകണം. അവിടുത്തെ പരിശുദ്ധനാണ്, അവിടെ നീയും പരിശുദ്ധൻ ആകണം. അതിനെതിരെ നിൽക്കുന്ന എല്ലാ തിന്മകളും വിട്ടുപോ. ദൈവത്തിൻ്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്താൻ നിൽക്കുന്ന, മനുഷ്യരിലുള്ള പരിശുദ്ധിയെ നശിപ്പിക്കാൻ നിൽക്കുന്ന സാധാരണ ശക്തിയിൽ അശുദ്ധാത്മാക്കൾ വിട്ടുമാറും. പാപത്തിൽ മരിച്ചവരെ, നഷ്ടപ്പെട്ട അടിമകളെ ഔട്ട്, വിട്ടുമാറ്. ദൈവമക്കൾ സ്വതന്ത്രരാകട്ടെ, ദൈവജനം ശക്തരാകട്ടെ, കരുത്തരാകട്ടെ, ധീരരാകട്ടെ. സ്തോത്രം, ഗ്ലോറി. തന്നെ ശ്രുതിക്കാം, തല വെച്ച് തന്നെ ശ്രുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു യേശുവേ. ഹല്ലേലൂയ, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിറയട്ടെ, 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 നിറയട്ടെ. എല്ലാ പാത്രങ്ങളും നിറയട്ടെ, 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 നിറയട്ടെ. ഹല്ലേലൂയ, 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 ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, ആരാധന, നന്ദി, സ്തോത്രം അങ്ങേക്ക് മഹത്വം. യേശുവേ നന്ദി, ആരാധന, ആരാധന, ആരാധന. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. ശാരീരികമായ രോഗങ്ങളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും ശ്വാസ തടസ്സങ്ങളുള്ള, ശ്വാസ ബുദ്ധിമുട്ടുള്ളവർ, ലങ് പ്രോബ്ലം ഉള്ള വ്യക്തികൾ സ്ത്രീകളുടെ ഭാഗത്തുണ്ട്. അതിൻ്റെ ലങ്സിനെ സ്പർശിക്കുന്നു. ബി ഫ്രീ ആൻഡ് ബി ഹീൽ. പീഡിപ്പിക്കുന്ന എല്ലാ വ്യാധികൾ ബന്ധിക്കുന്നു. വിട്ടുമാറ്, വിട്ടുമാറ്. സ്പിരിറ്റിൻ്റെ അധികാരത്തിൽ കൽപ്പിക്കുന്നു. ഓരോ ശരീരങ്ങളെ വിട്ടുമാറ്. സഹോദരിമാരുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറ്. തലയിൽ നിന്ന് ഉള്ളംകാല് വരെ ഓരോ അവയവങ്ങളെ വിട്ടുമാറ്. നമുക്ക് രോഗമുള്ള ഭാഗത്ത് കൈവയ്ക്കാം, വലതുകര വയ്ക്കാം. കണ്ണടച്ച് രോഗമുള്ള ഭാഗത്ത് കൈവയ്ക്കാം. എവിടെയാണോ വേദനയുള്ളത് സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. തലവേദന, തലയിലുള്ള എല്ലാ അസ്വസ്ഥതകൾ, തലയിൽ ഭാരം, തലയിലുള്ള മുഴകൾ, ട്യൂമർ, തലയിലെ നാഡീ ഞരമ്പുകളുടെ വേദന, അവിടെ ക്ലോട്ടിങ് ബന്ധിക്കുന്നു. അഴിഞ്ഞു പോട്ടെ. ബി ഫ്രീ ആൻഡ് ബി ഹീൽ. ചെവി കേൾവിയില്ലാത്ത, ചെവി അടഞ്ഞു പോയ, ചെവി പഴുപ്പുള്ള എല്ലാ തിന്മകളും വിട്ടു മാറ്. സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. കണ്ണിന് കാഴ്ചയില്ലാത്ത, കാഴ്ച കുറവ്, കണ്ണിൽ കാഴ്ച ഉണ്ടാകട്ടെ. ഇരു കണ്ണുകൾക്കും കാഴ്ചശക്തി ലഭിക്കട്ടെ. ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ. അസാരന്ധങ്ങൾ, ഫ്രീ ആയി ശ്വസിക്കാൻ പറ്റാത്ത മൂക്കടപ്പ്, മൂക്കിനകത്ത് അസ്ഥി വളഞ്ഞിരിക്കുന്നത്, അവിടെ എല്ലാം താൻ്റെ വിടുതൽ, അഭിഷേകം, അഭിഷേകം. മൂക്കിൻ്റെ പാലം ഞെരുങ്ങിയിരിക്കുന്ന അഭിഷേകം, ഫ്രീ. കെട്ടടിഞ്ഞു പോട്ടെ. നിങ്ങൾ ആ സമയത്ത് ശ്വസിക്കണം. ശ്വസിക്കുമ്പോൾ നന്നായിട്ട് ശ്വാസം എടുക്കണം. ശ്വാസകോശങ്ങൾ സ്വതന്ത്രമാകാൻ, അതിൻ്റെ ഹൃദയപേശികൾ, ഹൃദയസംബന്ധമായ രോഗങ്ങൾ, ഹൃദയവാൽവുകൾ സ്വതന്ത്രമാകട്ടെ. ഇവിടെല്ലാം ജീവൻ ഇറങ്ങി നിറയട്ടെ, ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ. ശ്വാസകോശങ്ങൾ, ഹൃദയപേശികൾ, കുടലുകൾ സൗഖ്യം പ്രാപിക്കട്ടെ. വയറുവേദന വിട്ടുമാറ്. ഉദരരോഗങ്ങളെല്ലാം വിട്ടുമാറ്. അൾസർ വിട്ടുമാറ്.
വിട്ടുമാറട്ടെ. ഗ്യാസിൻ്റെ എല്ലാ അസ്വസ്ഥതകളും വിട്ടുമാറ്. ഗർഭാശയ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ, വിട്ടുമാറ്. എല്ലാ ട്യൂമറും എല്ലാ മുഴകളും എല്ലാ സിസ്റ്റവും എന്ത് ചെയ്യുന്നു? വിട്ടുമാറ്, ഔട്ട്. സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം ഉണ്ടാകട്ടെ. വിട്ടുമാറ്, വിട്ടുമാറ്, വിട്ടുമാറ്. സ്ത്രീകൾക്ക് ഉദരത്തിൽ കുഞ്ഞുങ്ങളുണ്ടായി, ഒന്നിൽ സ്വയം നഷ്ടപ്പെട്ടതോ അതല്ലെങ്കിൽ അബോർഷൻ നടത്തിയതിലൂടെയോ ഇന്നിവിടെ കിടക്കുന്ന കെട്ടുകളും ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ. ആ കുഞ്ഞുങ്ങളുടെ നിലവിളി, ആ നിലവിളിയുടെ സ്വാധീനങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വിട്ടുപോകട്ടെ, ഇവരുടെ മക്കളെ വിട്ടുപോകട്ടെ. സ്തുതിക്കുന്നു, സ്തോത്രം. നട്ടല്, നട്ടല് കശേരുകൾ, അവിടെയുള്ള തേയ്മാനം, അവിടെയുള്ള ചതവ്, അവിടെയുള്ള ഞരമ്പുകൾ കുരുങ്ങിക്കിടക്കുന്ന എല്ലാ വസ്തുക്കൾ, കഴുത്തിൻ്റെ പിന്നറ്റം മുതൽ ആ നട്ടിലെ ഓരോ കശേരുകളും താഴെ വരെ സൗഖ്യം പ്രാപിക്കട്ടെ. നമ്മൾ ആ നട്ടിൽ വേദനയുള്ളൊരു കൈവശത്തോടെ പ്രദേശവും ഇടുപ്പലിൻ്റെ പിൻഭാഗത്ത് ഏറ്റവും പിറകിലായി, ആമേൻ, കർത്താവിൻ്റെ അഭിഷേകം. ബി ഫ്രീ, ബി ഹീൽ. സൗഖ്യം പ്രാപിക്കട്ടെ. തണ്ടിൽ കശേരുകൾ സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. വേദന വിട്ടുമാറ്, വിട്ടുമാറ്. ഇടുപ്പലുകൾ സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ വേദനയും വിട്ടുമാറ്. കാൽ തുടകൾ, വെരിക്കോസ് വെയിൻ, മസിൽ പിടിക്കുന്ന, മസിൽ കയറുന്ന വേദന ഫ്രീ ആകട്ടെ, സ്വതന്ത്രമാകും. ബി ഫ്രീ. ഉള്ളിലെത്തുന്ന അഭിഷേകം. കാൽമുട്ടുകളിൽ, മുട്ടുചിരട്ട, ഇരുകാലുകളിലും കാലും മടക്കാൻ വയ്യാത്ത, നിവർക്കാൻ വയ്യാത്ത കാലിൻ്റെ മുട്ടിൻ്റെ തേയ്മാനം, വേദന സൗഖ്യം പ്രാപിക്കുക. ബി ഫ്രീ ആൻഡ് ബി ഹീൽ. കണങ്കാലുകൾ, കൽപാദങ്ങൾ, ഉള്ളംകാല് വരെ പറ്റിയുള്ള വേദന സൗഖ്യം പ്രാപിക്കട്ടെ. അഭിഷേകം, അവിടെ എല്ലാം അഭിഷേകം നിറയട്ടെ, 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 നിറയട്ടെ. ആന്തരിക അവയവങ്ങൾ, കിഡ്നികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ലിവർ സൗഖ്യം പ്രാപിക്കട്ടെ. എന്നതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വ്യാധികളും വിട്ടുമാറട്ടെ, വിട്ടുമാറ്, വിട്ടുമാറ്. സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. തലമുടി നാരുകൾ, സ്കിന്നിലുള്ള അലർജി, സ്കിൻ ഡിസീസ്, അലർജി വിട്ടുമാറ്, സൗഖ്യം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുക, കൈയൊടിച്ച് താൻ സ്തുതിക്കുക. ഹല്ലേലൂയ. സൗഖ്യം സ്വീകരിച്ച് താൻ സ്തുതിക്കുക, വിശ്വസിച്ച് സ്തുതിക്കുക. മരുന്നോ ലേപന ഔഷധവുമല്ല കർത്താവേ, അങ്ങയുടെ നാമമാണ്, അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. അതേ നാമത്താലും വചനത്താലും ഇപ്പോൾ ഈ ജനം സുഖപ്പെട്ടതിന് നന്ദി പറയുന്നു കർത്താവേ. സുഖപ്പെടുത്തിനായിട്ട് നന്ദി പറയുന്നു അപ്പാ. സ്തോത്രം. ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. ആരാധിക്കുന്ന യേശുവേ നന്ദി, സ്തോത്രം, അങ്ങേക്കും മഹത്വം. നിങ്ങളെ പരിശോധിച്ച് നോക്കുക. ശരീരത്തിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്ന ആ വേദന, രോഗം അതവിടെ ഇല്ല. കാരണം അഭിഷേകം നിങ്ങളെ സുഖപ്പെടുത്തി. ഹല്ലേലൂയ. വാസ്തവത്തിൽ അഭിഷേകത്തിൻ്റെ മഹത്വം എത്ര വലുതാണ്. ഞാൻ ഏതാണ്ട് 1 മണിക്കൂറിലധികമായി ഇവിടെ നിൽക്കുന്നു. 1 മണിക്കൂർ കൂടുതലെടുത്തു, 1 മണിക്കൂർ 10 മിനിറ്റ് എടുത്തു പ്രാർത്ഥിക്കാനായിട്ട്. പക്ഷേ 1 മണിക്കൂറിൽ സംഭവിച്ചത് വലിയ കാര്യങ്ങളാണ്. ഒന്ന് നിങ്ങളെ സ്വതന്ത്രരായി, നിങ്ങളെ ഭരിച്ചിരുന്ന പാപത്തിൻ്റെ ശക്തികളെ, അന്ധകാരത്തെ അധിപന്മാരെ ദൈവം തകർത്ത് കളഞ്ഞു. 2, തലമുറകളെ വിടുവിച്ചു, തലമുറകൾ വലിയ വിടുതൽ കൊടുത്തു. 3, നിങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ ഇറങ്ങി വന്ന് ആവശ്യിച്ചു. 4, മാനസികമായും ശാരീരികമായും സൗഖ്യം നൽകി. 5, എന്താ 5ാമത് സംഭവിച്ചത്? നമുക്ക് പറയാം. ആർക്കൊന്നും പറയാനില്ല. അപ്പോൾ 4 കാര്യം സംഭവിച്ചു. എന്താണ്? ശരി, നിങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് ഒരു 2 മിനിറ്റ് ഓടിയോ നോക്കിയിട്ട് പറയാം. ശാരീരമായിട്ട് സുഖപ്പെട്ടവർ കൈവക്കുകയും ശരീരത്തിലുണ്ടായിരുന്ന വേദന രോഗം മാറി. നിങ്ങൾ പരിശോധിച്ച് നോക്കണം. 3 കൈകളെ കാണുന്നുള്ളൂ. നിങ്ങൾ എന്താ പറയുക? എന്ത് കിട്ടിയെന്നാ പറഞ്ഞത്? 5ാമത് പറഞ്ഞത്? ഒന്ന് പറഞ്ഞേ, എന്താ 5ാമത് കിട്ടിയത്? പറഞ്ഞപ്പോൾ വലിയൊരു ശക്തി കടന്നു വന്നായിരുന്നു. എന്താണ്? അഗ്നിയും ശക്തിയും പറഞ്ഞപ്പോൾ വലിയൊരു ശക്തിയിലേക്ക്. ആമേൻ.
സഹോദരി എന്താ പറഞ്ഞു? അഗ്നിയും ശക്തിയും. അതാണ് വന്നവിടെ, അഗ്നിയും ശക്തിയും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഇതിലേക്ക് ഇറങ്ങി വന്ന് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ അടുത്ത പടി ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അനുഭവിച്ച വ്യക്തികൾ അത് ഏറ്റു പറയുക എന്നുള്ളതാണ്. അത് ഏറ്റു പറയുമ്പോൾ അഭിഷേകത്തിൻ്റെ ഇൻറ്റൻസിറ്റി വർദ്ധിക്കുകയാണ്. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ നടന്ന ശുശ്രൂഷ കാണാൻ ഇട വന്നു. കഴിഞ്ഞ ഏതൊരു അത് ഇംഗ്ലീഷിൽ ടൈറ്റിൽ കൊടുത്ത ശുശ്രൂഷയായിരുന്നു. മിറാക്കുലസ് ഹീലിംഗ് എന്ന് പറഞ്ഞാണ് അത് കണ്ടതിനടുത്ത് കയറി നോക്കിയത്. പക്ഷേ ആ ഒരു ശുശ്രൂഷ അന്ന് രാവിലെ മുഴുവൻ ഹീലിങ്ങിൻ്റെ ശുശ്രൂഷയാണ്. മുഴുവൻ അനേകം ഒരു 10, 20, 30 ആൾക്കാരാണെന്ന് ഇവിടെ ഈ ഹോളിലാണ് സാക്ഷ്യം പറയുന്നത് 2 വർഷം മുമ്പ്. പക്ഷെ അവിടെ സാക്ഷ്യം പറഞ്ഞ ആൾക്കാരോട് പറഞ്ഞിട്ട് പോയി. ഒരു കാര്യം എൻ്റെ ഉള്ളിൽ വരികയാണ്, മനുഷ്യനെ അത് ആദ്യം ഞാൻ ചോദിച്ചപ്പോൾ സുഖപ്പെട്ട ആരും ഇല്ലായിരുന്നു. സുഖപ്പെട്ട കുറച്ച് പേരെ കൈപൊക്കി വന്ന് സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞു. ഒരു 4-5 പേര് സാക്ഷ്യം പറഞ്ഞ ശേഷം പിന്നെ ഒരു 10-30 പേരാണ് സാക്ഷ്യം പറഞ്ഞത്. എന്താ കാരണം എന്നറിയാമോ? ഈ മക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആ നിമിഷങ്ങളിൽ അവിടെ പലരും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആ നിമിഷം ഈ സാക്ഷ്യങ്ങൾ കഴിയാറാവുമ്പോൾ ഓടി വന്ന ആൾക്കാരുണ്ട്. അവർ വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നെഞ്ചുവേനയായിരുന്നു, അല്ലെ നടുവേനയായിരുന്നു, ഇപ്പോൾ അത് വിട്ടു മാറി. ഇതാണ് ആ സാക്ഷ്യത്തിൻ്റെ മഹത്വം എന്ന് പറയുക. എൻ്റെ വിളി ഇവിടെ നിന്ന് പ്രഘോഷിക്കുക, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുക, അഭിഷേകത്തെ കൊടുക്കുക. പക്ഷെ നിങ്ങളിലേക്ക് വരുന്ന അഭിഷേകത്തോടുള്ള നിങ്ങളുടെ വിശ്വസ്തത അത് നിങ്ങളേറ്റു പറയേണ്ടത്. അത് നിങ്ങളേറ്റു പറയുമ്പോഴാണ് അത് ദൈവം മഹത്വപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് ഞാൻ പറയും, ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നന്ദി പറയണം. പ്രൈസ് ദി ലോർഡ്. 2 കൈയും പൊക്കി പിടിച്ച് സ്തുതിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ സ്തുതിപ്പിൻ്റെ സമയത്ത് പൂർണ്ണമായും കൈ ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കാൻ പറ്റി. ആ സമയത്ത് അഗ്നി ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൈകളിൽ സ്പർശിക്കുന്നതായിട്ടൊരു അനുഭവം. അത് അഗ്നിയായിട്ട് കയ്യിൽ ഇറങ്ങിയിട്ട് എന്നിലേക്ക് ഇറങ്ങുന്നതിന് ശേഷം 2 കൈയും ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാ വരുന്നവർക്കുണ്ട്, വരുന്നവർ വെറുതെ പോകണ്ട. എൻ്റെ പേര് ഷിജു. ഞാൻ പാലക്കാട് കൂട്ടായ്മയിൽ നിന്ന് വരുന്നു. എൻ്റെ കഴുത്തിന് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പോൾ ഈ അഭിഷേകത്തിൻ്റെ സമയത്ത് കഴുത്ത് പൂർണ്ണമായി സുഖപ്പെട്ടു. പിന്നെ രോഗമുള്ള സ്ഥലത്ത് കൈകൾ വയ്ക്കാൻ വന്നപ്പോൾ ഭയങ്കരമായിട്ടൊരു ചൂട് അവിടെ അനുഭവപ്പെട്ടു. ദൈവത്തിന് നന്ദി, അഭിഷേകത്തിന് നന്ദി, കർത്താവിൻ്റെ ദാസർക്ക് നന്ദി. തിരിഞ്ഞു. ഇദ്ദേഹത്തെ ഞാൻ ഒത്തിരി കൂട്ടായ്മയെ കാണുന്നുണ്ടല്ലോ, എല്ലായിടത്തും വരുന്നുണ്ട്. കൊല്ലത്തുണ്ടായിരുന്നു. ദാഹിച്ചു വരുന്നവർക്കെല്ലാം ഉണ്ട്. അവിടെ വെച്ച് അമ്മേ, നിൻ്റെ ദാഹം നിൻ്റെ ആത്മാവിലേക്ക് അഭിഷേകം ഇറങ്ങി വന്ന് ദാ നിറയട്ടെ, നൂടെ നിറയട്ടെ. പാലക്കാട്ടിൽ നിന്ന് ഇവിടെ ഓടിയെത്തി. ഒന്നുകൂടെ നേരെ ശിരസ് പൊയ്ക്കുള്ളൂ. അടുത്ത ആൾ. പ്രൈസ് ദി ലോർഡ്. എനിക്കിന്ന് ഇവിടെ വരുമ്പം ഒത്തിരി വേദനയുണ്ടായിരുന്നു. എനിക്ക് സാക്ഷ്യം പറയാനാണ് ഒരു 5 മിനിറ്റ് പറയുവാനുണ്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം ഡിസംബർ 27-ാം തീയതി എനിക്ക് ചങ്കിനുവേദന ഉണ്ടായിരുന്നു. അന്ന് തന്നെ ഹോസ്പിറ്റലിൽ ചെന്നു. അന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് 2 സ്റ്റെൻറ്റ് ഇട്ടിരുന്നു. അതിന് ശേഷം 3-ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്തു വീട്ടിൽ വന്നു. അതിന് ശേഷം 3 ദിവസത്തേക്ക് ശേഷം വീട്ടിൽ തോമസ് ഫോർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വീട്ടിൽ വന്നു. തോമസ് ഫോർ വീട്ടിൽ വന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ച് കഴിഞ്ഞ നിമിഷം തന്നെ ടോം ബ്രദർ എന്നെ വിളിച്ചു. അപ്പം ഞാൻ ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ തോമസ് ഫോർ ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ട്, എൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബ്രദറിന് ടോമറിന് ഒത്തിരി സന്തോഷമായി. അവരത് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. തോമസ് ഫോർ അവിടെ ഇരിക്കെ ടോം ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശരിക്കും ടോം ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലായിരുന്നു. 1.5 മണിക്കൂറോളം ഒരു വചന പ്രഘോഷണം ഫോണിലൂടെ
ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ സ്പീക്കറിലിട്ടിരിക്കുകയാണ്. ഞാൻ, തോമസ് ബ്രദർ, എൻ്റെ വൈഫ്, ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറോളം ഒരു വലിയ വചന പ്രഘോഷണം ചെയ്തതിന് ശേഷം വലിയൊരു പ്രാർത്ഥന, ഒരു വിടുതൽ ശുശ്രൂഷയാണ്. ശരിക്കും എനിക്കുണ്ടായിരുന്ന ആ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം എനിക്ക് ശാരീരികമായി ഒത്തിരി അസ്വസ്ഥതകളെയും ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിൻ്റെ വേദനയും ഒത്തിരി അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ നിമിഷം തന്നെ ഞാൻ ഫ്രീ. എന്നിട്ട് എനിക്ക് അവിടെ ഏറ്റവും വലിയൊരു അനുഭവം, ടോമർ പ്രാർത്ഥിച്ച ശേഷം കുറേ പ്രാർത്ഥിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, ബാബുറേ കിടക്കുമായിരുന്നു ഞാൻ നേരം. അപ്പം ഞാൻ എഴുന്നേറ്റിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു, ഇപ്പോൾ ഞാൻ എഴുന്നേറ്റിരിക്കാം. അപ്പം ബ്രദർ എന്നോട് പറഞ്ഞു, ബാബുറേ എഴുന്നേറ്റ് നിൽക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എഴുന്നേറ്റ് നിൽക്കാം ബ്രദറേ. ഞാൻ എഴുന്നേറ്റ് നിന്നു. ബ്രദർ ഇങ്ങനെ എന്നോട് പറഞ്ഞു, ബാബുറേ എന്നെ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഞാൻ ശരിക്കും ടോമറിനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. എനിക്കുണ്ടായ ഒരു അനുഭവവും സന്തോഷമൊന്നും എനിക്ക് പറഞ്ഞറിയാം. ഞാൻ അനുഭവിക്കുകയാണ്. ബ്രദർ എൻ്റെ അടുത്ത് ഒരു വ്യക്തിയെ എങ്ങനെ കെട്ടിപ്പിടിക്കുന്നോ അങ്ങനെ ഒരു അനുഭവം. ഞാൻ എന്തേരം എൻ്റെ മനസ്സിലുണ്ടായ ഒരു സംഭവം. ഞാൻ കരയുവാണോ ചിരിക്കുവാണോ ഒന്നൊന്നും എനിക്ക് പറഞ്ഞറിയിക്കത്തില്ല. അതുപോലെ വലിയൊരു ഡെലിവറൻസ്, വിടുതൽ. അതിനുശേഷം ടോമർ എന്നോട് പറഞ്ഞു, ബാബുറ ഞാൻ നെറ്റിക്ക് ഒരു ഉമ്മ തരുന്നു. ഒരു വ്യക്തിയെ ഉമ്മ വെക്കുമ്പം കിട്ടുന്ന ഒരു ഫീലിങ് ഞാൻ അനുഭവിച്ചറിയാം. അപ്പം ഞാനിങ്ങനെ മനസ്സിലാക്കി, അയ്യോ ബ്രദർ ഇങ്ങനെയൊക്കെ എനിക്ക് ഞാനങ്ങ് അനുഭവിച്ച് എനിക്ക് കിട്ടിയ എൻ്റെ ജീവിതത്തിലുണ്ട ഏറ്റവും വലിയൊരു സന്തോഷം, ഒരു വലിയൊരു വിടുതൽ. അത് കഴിഞ്ഞ ശേഷം ടോമർ ഞാൻ 1/4 മണിക്കൂറോളം എനിക്ക് വേണ്ടി അന്ന് സംസാരിച്ചു, ഒരു വചന പ്രഘോഷണം നടത്തി, പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ഒത്തിരി ഫ്രീ ആയി. പക്ഷേ അതിന് ശേഷം ഈ കഴിഞ്ഞ ശനിയാഴ്ച വീണ്ടും എനിക്ക് രാത്രി ഒരു 10 മണിയായപ്പോൾ ഒരു വൈകിട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് വീണ്ടും നെഞ്ചിന് വേദന ശക്തമായി, വേദനയും വിലക്കും ഒക്കെ ഉണ്ടാകുന്നു. രാത്രി 10 മണിയായപ്പം ശക്തമായ വേദന വീണ്ടും ഉണ്ടാകുന്നു. അപ്പം വീട്ടിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ 1 മാസമേ ആയിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റി, 2 സ്റ്റെന്ത്, 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു, 2 സ്റ്റെന്തൊക്കെ ഇട്ടിരിക്കുന്നതാണ്. എന്നിട്ട് കഴിഞ്ഞ ശനിയാഴ്ച വീണ്ടും രാത്രി 10 മണിയോടുകൂടി ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് നോക്കാം. എന്നിട്ട് തന്നെ അന്നൊരു ദിവസത്തേന് അപ്പം ഡോക്ടർ പറഞ്ഞു അറ്റാക്കിൻ്റെ ആയിരിക്കത്തില്ല, വേറെ മസിൽ പെയിൻ ആയിരിക്കും, ഏതായാലും 24 മണിക്കൂർ ഒബ്സർവേഷൻ വെക്കണം. വീണ്ടും പിന്നെ 24 മണിക്കൂർ ICUലാക്കി ഒബ്സർവേഷൻ വെച്ചു. ഞായറാഴ്ച വൈകിട്ടാണ് തിരിച്ചു പോരുന്നത്. പക്ഷേ എന്നിട്ടൊന്നും എനിക്ക് ആ വേദന വിട്ടുമാറുന്നില്ല. ഈ ഞായറാഴ്ചയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വീണ്ടും ഡിസ്ചാർജ് ചെയ്ത് വരുന്നത്. വന്നതിന് ശേഷം ആ വേദന, ശക്തമായ വേദന, പുറത്ത് വിലക്കം, എനിക്ക് കുറേ ഒരു അരമണിക്കൂറിൽ കൂടുതൽ കിടക്കാൻ പറ്റത്തില്ല. അന്നേരം വേദന തിരിഞ്ഞു കിടക്കും, അല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കും. രാത്രിക്കാണെങ്കിൽ ഒരു പൂർണ്ണമായിട്ട് കിടന്ന് ഒത്തിരി പ്രാവശ്യം ഉറക്കം തെളിയും വേദനയായിട്ട്. പിന്നെ കുറേ ഓയിൽമെൻറ്റൊക്കെ പുരട്ടാം. അങ്ങനെ ഒത്തിരി വേദനയുണ്ടായിരുന്നു. ആ വേദനയോടുകൂടിയാണ് ഞാനിന്നിവിടെ കടന്നു വരുന്നത്. പക്ഷേ ഇപ്പോഴും ആ വേദന വിട്ടുമാറിയെന്ന് ചോദിച്ചാൽ വിട്ടുമാറിയിട്ടില്ല. പക്ഷേ എനിക്ക് ഒത്തിരി ആശ്വാസമായി. എനിക്ക് സഹിക്കുന്നത് ചെറിയൊരു വേദന, ചെറിയൊരു വിലക്കം പോലെ ഒരു വേദന മാത്രമേ എനിക്കിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇത്രയും സമയമായിട്ട് ഞാൻ ഒട്ടും ഇരുന്നില്ല. ഒരു 5 മിനിറ്റ് നേരം ഇരുന്ന് കാണും. അല്ലാതെ മൊത്തം എനിക്ക് നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ പറ്റി. പിന്നെ അതിനേക്കാളെല്ലാം ഉപരി രാവിലെ എല്ലാം ഇൻസുലിൻ എടുക്കുന്നുണ്ട്. 50 യൂണിറ്റാണ് എടുക്കുന്നത്. ഒരു 12 മണിയാകുമ്പോഴത്തേനും രാവിലെ ചെറിയ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 12 മണിയാകുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ശരീരം തളർന്നു പോകും. അതുപോലെ വിറയലൊക്കെ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് ഞാനിന്ന് ഭക്ഷണമൊക്കെ കരുതിയാണ് വന്നേ. പക്ഷേ ഇത്രയും നേരം വെജിറ്റബിൾസൊക്കെ ഇടയ്ക്ക് ആ സമയത്ത് കഴിക്കുക, എന്തെങ്കിലും കഴിക്കണം, അല്ലെങ്കിൽ തളർന്ന് വീഴും. ഇത്രയും നേരമായിപ്പോൾ ഞാൻ സമയം നോക്കിയോ, ഇപ്പോൾ 2:30 ഇതുവരെ എനിക്ക് അതിൻ്റേതായ ഒരു ശാരീരിക ക്ഷീണമോ ഒന്നും ഉണ്ടായിട്ടില്ല. അതാണ് എനിക്കൊരു വലിയ അത്ഭുതമായി തന്നെ തോന്നുകയാണ്. ആ വേദന ഒത്തിരി ചെറിയൊരു വേദന മാത്രം, ചെറിയൊരു പിടുത്തം മാത്രം വേദനയുള്ളൂ. വളരെ സൗഖ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ കർത്താവ് എനിക്ക് വലിയ കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒത്തിരി ബോധ്യം എനിക്ക് മനസ്സിലേക്ക് കർത്താവ് തന്നു. പ്രത്യേകിച്ച് അന്ന് ആ ദിവസം അടുത്ത ദാസൻ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഞാൻ കർത്താവിന് വീണ്ടും വീണ്ടും നന്ദി പറയാം. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ ഉമ്മയോർത്ത് ഞാൻ നന്ദി പറഞ്ഞ് കർത്താവിന് പ്രാർത്ഥിക്കും. അതെനിക്ക് എന്നും കിട്ടണമെന്ന് എൻ്റെ ആഗ്രഹം. പ്രൈസ് ലോർഡ്. സഹോദരാ, ഇതൊന്നും എൻ്റേതായിരുന്നില്ല, എൻ്റെ ഉള്ളിലുള്ളവൻ്റെയാണ്. പിടിച്ചു. ആമേൻ, ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ നെഞ്ചിലുണ്ടെന്ന് പറഞ്ഞ എല്ലാ വേദനയും നേരോടെ പിഴുതെറിയുന്നു. ഔട്ട്, വിട്ടുപോട്ടെ, വിട്ടുപോ. എൻ്റെ ഹൃദയപേശികൾ ജീവൻ പ്രാപിക്കട്ടെ, സ്വതന്ത്രമാകട്ടെ, എല്ലാ വാൽവുകളും സ്വതന്ത്രമാകട്ടെ. ആമേൻ. അവൻ്റെ ശക്തി, തൻ്റെ അഭിഷേകം ഇവിടെ എല്ലാം നിറയട്ടെ, നിറയട്ടെ,
നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ബി ഫ്രീ ആൻഡ് ബി ഹീൽഡ്. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. തവീമൻ്റെ ഹൃദയവാൽവുകളിൽ ജന്മനാലെ മാതൃഗർഭത്തിൽ വെച്ച് തന്നെ ഇവനവൽ കടന്നു വന്ന ആധിപത്യങ്ങളും പൈശാചിക ശക്തികളും അന്ധകാലോകത്തിലെ അധിപന്മാരും അശുദ്ധാത്മാക്കളും ഐ ബൈൻഡ് റിബിക് ഔട്ട്. വിട്ടു മാർ, പിഴുതറിയുന്നു. ഹൃദയത്തെ വിട്ടു മാർ. എഴുന്നേറ്റേ, ഹൃദയത്തിൽ നിന്ന് വിട്ടുപോട്ടെ. അതാണ് ജീവൻ. യേശു അരുളി ചെയ്തു, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമർത്ഥം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ശ്വാസം എടുത്ത് മൂക്കിലൂടെ ജീവശ്വാസം, വിശ്വാസപൂർവ്വം വായടച്ച് മൂക്കിലൂടെ മാത്രം ജീവൻ നിറയട്ടെ, ജീവൻ നിറയട്ടെ, ജീവൻ നിറയട്ടെ. സമൃദ്ധമായ ജീവൻ, സമൃദ്ധമായ ജീവൻ നിറയട്ടെ, നിറയട്ടെ. ഇതാ പൂർണ്ണമായിട്ട് വേഗം പോ. ആമേൻ. ഇതാ ഗ്ലോറി. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാവും. വലതുകരോട് വെച്ചു, നെഞ്ചിൽ വെച്ച് വലതുകരം. കർത്താവിൻ്റെ കരോടെ വന്നു കഴിഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധമായ വെളുത്ത കരം ഇപ്പോൾ നിൻ്റെ ഹൃദയത്തിൽ എന്ന് കാണുകയാണ്. ആമേൻ, ആമേൻ. എല്ലാ തിന്മകളും വേരോടെ പിഴുതെറിയപ്പെടുക. വിവിധമായ ഹൃദയ സംബന്ധമായ രോഗങ്ങളിൽ മരിച്ചുപോയ നിൻ്റെ തലമുറകൾ അവരുടെ സ്വാധീനങ്ങൾ രക്തം വഴി വന്നതിനെ ബന്ധിച്ച് നിർവീര്യമാക്കിയിരിക്കുന്നു. അത് മുദ്ര വെച്ചിരിക്കുന്നു. സ്പിരിസിൻ്റെ നാമത്തിൽ ഞാൻ മുദ്ര വെച്ചിരിക്കുന്നു ഹൃദയപേശികളിൽ. അവിടെ ഒരു തിന്മയ്ക്കിന് ഇഷ്ടമില്ല. ഔട്ട്, വിട്ടുമാറ്, പൂർണ്ണമായി വിട്ടുമാറ്. കൈകൊണ്ട് അവിടെ തടവി വിട്ടി, ഹൃദയഭാഗം മുഴുവൻ തടവി വിട്ടി. അവിടെ എല്ലാം അഭിഷേകം ഇറങ്ങി നിറയട്ടെ. ആമേൻ, ആമേൻ. ഗ്ലോറി. എങ്ങനെയുണ്ട് സഹോദര? അങ്ങോട്ട് പറ. അപ്പം ഞാൻ താഴെ വീണ് കഴിഞ്ഞ ബ്രദർ പ്രാർത്ഥിച്ചു വന്നപ്പോൾ എനിക്ക് ശരിക്കും പൊള്ളുമായിരുന്നു. അങ്ങ് ചൂടങ്ങോട്ട് ഇറങ്ങി എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലൊരു അഗ്നി അങ്ങ് ഇറങ്ങി വരുമായിരുന്നു. ശരിക്കും അങ്ങ് വിയർത്ത് ഞാനിപ്പോൾ അന്നേരത്തിന് ചൂടങ്ങോട്ട് അത്ര ശക്തമായ ഒരു അഗ്നി എൻ്റെ മേൽ ഹൃദയത്തിലേക്ക് കടന്നു വന്ന കിടന്ന സമയത്ത് അപ്പം ഞാൻ ഒത്തിരി ഫ്രീ ആയി, ഒത്തിരി സൗഖ്യം, പൂർണ്ണമായ സൗഖ്യം കിട്ടിയത് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ വേദനയുണ്ടോ? ഇപ്പോൾ വേദനയുണ്ടോ? ഇല്ലില്ല, ഇപ്പം വേദന ഒട്ടുമില്ല. ആമേൻ. ഹല്ലേലൂയ. ശക്തമായി കേൾച്ചു തന്നെ പറയാ. ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നു, സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന. ഹല്ലേലൂയ. വേറെ ആരാണ് സാക്ഷ്യപ്പെടുത്താനെന്ന് പറഞ്ഞു? പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് റോജൻ. ഇന്ന് വലതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് തീ പോലെ ഇറങ്ങണമേ എന്നുള്ള ആ ഗാനം പാടിയപ്പോൾ വലിയൊരു അഗ്നി ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അത് വലതുകരം ചേർത്ത് വെക്കുമ്പോഴൊക്കെ ആ അഗ്നി ഇങ്ങനെ ജ്വലിക്കുന്നു. അങ്ങനെ വലിയൊരു അനുഭവം ഉണ്ടായി. അതുപോലെ മഞ്ഞ് വീഴുന്നത്, വലിയ മഴ പെയ്യുന്നത് എല്ലാം അനുഭവിക്കാനും സാധിച്ചു. ഒത്തിരി ക്ഷീണത്തോടെയായിരുന്നു കടന്നു വന്നത്. ഒരു 10-30 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വളരെ ക്ഷീണത്തോടെ കടന്നു വന്നു. ഇപ്പം ആത്മാവിൽ ഒത്തിരി ഉണർവുള്ളവനായി മാറിയിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അവിടെ ഒന്നുമില്ല. 30 മണിക്കൂർ യാത്ര ചെയ്ത് കാനഡയിൽ നിന്ന് ഇവിടെ വരാൻ വേണ്ടി ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് ഒരാളോടൊന്നില്ല. മുന്നോട്ട് കഥാൻ പ്രാർത്ഥിക്കുകയാണ്. ഇമാൻ്റെ മേൽ ശക്തി ഇറങ്ങി നിറയട്ടെ. എൻ്റെ ശിരസിലുള്ള കാല് വരെ receive the power and be filled.
Get up. സഹായിച്ചു കൊടുത്തേ. ഒരു ഫയർ റെഡി. Hail Mary, full of grace, the Lord is with thee. Blessed art thou amongst women, and blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen. റോജൻ ഒന്നുകൂടെ ഉണ്ട്. റോജൻ ഒരു അഭിഷേകം കൂടെ ഉണ്ട്. ഞാനോട് സാക്ഷ്യം പറയാൻ ആഗ്രഹമുണ്ട്. കടന്നു വരണം. കടന്നു വന്നു, ഇവിടെ നിന്നു, ഫ്രണ്ടിൽ വന്നു. കാരണം നമുക്ക് ഈ അഭിഷേകം വരുന്ന സമയത്ത് നിങ്ങളൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹീലിങ്ങാം. ഈ അഭിഷേകം റോജന് വരുന്നത് ഫോർ കാനഡ. ഒരു കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവരോടെ പ്രാർത്ഥിക്കുകയാണ് തൻ്റെ ദാസനും ദാസിയും കാനഡ എത്താൻ. പക്ഷെ ഇതുവരെ അതിനുവേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്തിട്ടില്ല. പക്ഷെ നൗ ഐ പ്രോമിസ് വെരി സൂൺ, അത് ഈ നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഫെസ്റ്റിവലിന് ശേഷം വരുന്ന സമയത്ത് യു വിൽ കം ടു കാനഡ. അവിടെ ചെല്ലാനുള്ള എല്ലാ തടസ്സങ്ങളും മാറാൻ, അവിടെ നിൽക്കുന്ന എല്ലാ ആധിപത്യങ്ങളും എല്ലാ പ്രഭുത്വം തകർന്നു പോകാൻ വേണ്ടി കർത്താവിൻ്റെ അഭിഷേകം ഈ മാലിലൂടെ ഇപ്പോൾ കാനഡയിലുള്ള എല്ലാ സ്പിരിറ്റ്സ് മക്കളും കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ മക്കളുടെ നിലവിളിയും പ്രാർത്ഥനയും കേൾക്കുന്ന കർത്താവ് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുമാറാകട്ടെ. കൃത്യമായിട്ട് അവിടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട മരീറ്റ എന്ന മകളെ അവരുടെ ജോലി സംബന്ധം എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടെ ആയിരിക്കുന്ന ബിനു, റോയ്, ജേസൺ, റോസ്മേരി, എല്ലാ കുടുംബങ്ങൾ, എല്ലാ സ്പിരിറ്റ്സ് മക്കൾ, സിജോ, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഇവിടെ നയിക്കുന്ന ഈ അഭിഷേകം ഇപ്പോൾ അത് കാനഡ മണ്ണിൽ അഗ്നിയായിട്ട് കടന്നു ചെല്ലട്ടെ. റോജൻ റിസീവ് ഇറ്റ്. ആമേൻ. തന്നെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഗ്ലോറി. ശക്തമായി സ്തുതിക്കട്ടെ. ശക്തമായി ശബ്ദമുയർത്തി ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 കർത്താവേ, നന്ദി. ഹല്ലേലൂയ. വി പ്രൈസ് ആൻഡ് താങ്ക് യു ലോർഡ്. വി പ്രൈസ് ആൻഡ് താങ്ക് യു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. സോദരി ലഭിച്ചു. Praise the Lord. എൻ്റെ പേര് മഞ്ജു. എനിക്ക് ആദ്യം തൊട്ടേ അഭിഷേകം നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആ പാട്ടിൻ്റെ സമയത്തൊക്കെ അഗ്നി എൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകുന്നതായിട്ടും തേൻ ഒഴുകുന്നതായിട്ടും പെരുമഴ ഒഴുകുന്നതായിട്ടും മഞ്ഞിങ്ങനെ കുന്നുപോലെ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ കർത്താവിൻ്റെ ദാസിന് അഭിഷേകം ചെയ്യാൻ കണ്ണു തുറക്കാൻ പറഞ്ഞിട്ട് ഇവിടുന്ന് കൈയുയർത്തിങ്ങനെ കാണിച്ചപ്പോൾ കർത്താവിൻ്റെ ദാസിൻ്റെ കരങ്ങളിൽ വട്ടത്തിൽ ദിവികാരനെ കണ്ടിട്ട് ഞാൻ അതിങ്ങനെ മാറി നിന്നു. എന്നിട്ട് ഇവനെ അങ്ങ് പോയി. മനുഷ്യനെ കുറച്ച് കഴിഞ്ഞപ്പം ഈ അഭിഷേകം എല്ലാവർക്കും കൊടുത്തിങ്ങനെ വന്നു കഴിഞ്ഞപ്പം വീണ്ടും ആ ദിവികാരൻ എൻ്റെ മനസ്സിലിങ്ങനെ വന്നു. എന്നിട്ട് ആ ദിവികാരത്തിനകത്ത് ഈശോയുടെ തിരുഹൃദയം, എനിക്ക് ആ തിരുഹൃദയം ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലോട്ടെ ഈശോയുടെ തിരുഹൃദയം ഞാൻ ആരാധിക്കുന്ന വ്യക്തിയാണ്. ആ ദിവികാരത്തിന് ചുറ്റും ഈശോയുടെ തിരുഹൃദയം വന്നിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ആത്മാവിലേക്ക് അത് ഇറങ്ങി എന്നിലേക്ക് ജ്വലിച്ചു. എനിക്ക് ഒത്തിരി ഒത്തിരി സമാധാനം, സന്തോഷവും സുഖവും അനുഭവപ്പെടാൻ പറ്റി. 1.5 വർഷമായിട്ട് കാലിൻ്റെ ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദനയായിരുന്നു. അത് എൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ കർത്താവും ദാസിനെയും കൈ ചേർത്ത് വെച്ചിട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരം ആധിപത്യത്തിലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വേദന വിട്ടുമാറട്ടെ, യേശുക്രിസ്തുവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യത്തിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കരങ്ങൾ വെച്ച് വെക്കുമ്പോൾ എൻ്റെ കാല് വലിഞ്ഞു പോകുന്ന അവസ്ഥയിൽ നിന്ന് മാറി ചെറിയ വേദനയിലേക്ക് എത്തി. കാല് പീരീഡ്സ് സമയത്തെ ഒരു കാല് ഭയങ്കരമായിട്ട് കട്ട് കഴിക്കുമായിരുന്നു. മുട്ടുകൂത്തി പ്രാർത്ഥിക്കാൻ പറ്റാതെ ഞാൻ ഞെരുങ്ങുമായിരുന്നു. പക്ഷേ എന്നിട്ട് ഞാനത് സഹിച്ച് മുട്ടുകൂത്തി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കതിൽ നിന്നൊക്കെ ഒത്തിരി വേദന, ഇപ്പോൾ ഒരു ചെറിയൊരു വേദന മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അമർത്തുമ്പോൾ മാത്രം ഒരു ശകലം വേദന. ബാക്കി എനിക്ക് ഒത്തിരി വിടുതൽ കിട്ടി. 1000 കോടി 10,000 കോടി ലക്ഷം കോടി നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. പാപിയെ എന്നോട് കരുണ കാണിച്ച് ഈശോയെ ഞാൻ സ്തുതിക്കുന്നു. സഹോദരി, ഏത് കയ്യിലാണ് തിരുവോസ്തി കണ്ടത്? ആ കയ്യിൽ ഇങ്ങനെ. എനിക്കറിയാം എൻ്റെ കൈക്കകത്ത് ഈ വട്ടത്തിലെപ്പോഴും
ഒരു അഗ്നി ഇങ്ങനെ ജ്വലിക്കുന്നത് എനിക്കറിയാം. കർത്താവിൻ്റെ മുന്നോട്ട് കർത്താവിൻ്റെ തിരുശരീരം നിന്റെ കണ്ണ് കാണാൻ സാധിച്ച അവിടുത്തെ പരിശുദ്ധി നിന്റെ ആത്മാവിലേക്ക് ചൂഴ്ന്നിറങ്ങി നിറയട്ടെ. ഇവിടെ നോക്ക്. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാവുന്നു. ഞാനിലുണ്ടോ? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു എന്ന് പറഞ്ഞ ആ സമയത്ത് ശരിക്കും ആ മഴയും മഞ്ഞും ശരിക്കും ആ മഴയത്ത് നിൽക്കുന്ന പോലെ മഞ്ഞിൽ മൂടി പൊതഞ്ഞു നിൽക്കുന്ന പോലെയുള്ള ഒരു അഭിഷേകമായിരുന്നു ആ സമയങ്ങളിലെല്ലാം. അപ്പോൾ തന്നെ ജോബിയുടെ അഗ്നിയുടെ ഗാനം പാടി പ്രാർത്ഥിക്കുന്ന സമയത്തും വലിയ അഗ്നിയുടെ ഒരു അഭിഷേകം അനുഭവിക്കാനായിട്ട് സാധിച്ചു. ഇന്നലെ വൈകുന്നേരം മുതൽ ഞാൻ ടോൺസിലസിൻ്റെ വേദന തൊണ്ടയിൽ പഴുത്തിരിക്കുന്നുണ്ട്. ഞാൻ ഗുളിക മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി. ഇന്ന് ഇവിടെ വന്നതിന് ശേഷമൊക്കെ ഞാൻ ഗുളിക കഴിച്ചായിരുന്നു. അപ്പോൾ ഈ സൗഖ്യം കിട്ടിയ സാക്ഷ്യപ്പെടുത്താനായിട്ട് നിൽക്കുകയായിരുന്നു. ഈ സഹോദരന് വേണ്ടി ടോമർ പ്രാർത്ഥിച്ച് പിടിക്കുന്ന സമയത്ത് എൻ്റെ ആ വേദന വിട്ടുമാറി, ഫുള്ള് വിട്ടുമാറി. ഇപ്പോൾ ഒരു വേദനയില്ല. ഇപ്പോൾ ഉമ്മിനീര് ഇറക്കുമ്പോൾ വേദനയില്ല, മറ്റേത് ഉമ്മിനീര് ഇറക്കുമ്പോൾ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ആ വേദന മാറിയിട്ട് സാക്ഷ്യപ്പെടുത്താമെന്ന് ഞാൻ ഉള്ളിൽ വിശ്വസിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒട്ടും വേദനയില്ല. ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വേണ്ടേ? എനിക്ക് 3 വർഷമായിട്ട് 2 ഷോൾഡറിലും മാറി മാറി വേദനയായിരുന്നു. ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ വലത്തെ ഷോൾഡർ എനിക്ക് കുറച്ച് പൊക്കാനും അങ്ങനെ കുറച്ചൊക്കെ ശരിയായിപ്പോൾ എൻ്റെ ഇടത്തെ ഷോൾഡറിൽ വന്നിട്ട് ഇപ്പോൾ 1.5 വർഷത്തോളമായി. ഞാൻ ഇവിടെ പ്രാർത്ഥന തുടങ്ങിയ സമയത്ത് ഞാൻ പൊക്കി നോക്കിയപ്പോൾ എനിക്ക് ശരിയായിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ ഈ സാക്ഷ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് കൈപോക്കാൻ പറ്റും. ഹല്ലേലൂയ. 3 വർഷമായി ഞാൻ വേദന സഹിച്ചിട്ട് കിടക്കാനൊന്നിനും പറ്റിയാണ്. ഞാൻ 16 ഡോക്ടർമാരെ കണ്ടതാണ്. കരയരുത്, തെളിച്ചു പറയണം, മനസ്സിലാവില്ല. എന്നിട്ട് പറയൂ, എന്താ സംഭവിച്ചത്? ഇപ്പോൾ ഇവിടെ മറ്റേ സാക്ഷ്യം പറഞ്ഞ സമയത്ത് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കൈ പൊക്കി നോക്കിയപ്പോൾ എൻ്റെ കൈ ശരിക്കും എനിക്ക് പൊങ്ങാൻ പറ്റും. ഹല്ലേലൂയ. 1.5 വർഷമായിട്ട് കൈവേദനയായിരുന്നു. എന്നോടാ പറഞ്ഞത് 1.5 വർഷമായിട്ട്. 3 വർഷം എനിക്ക് 3 വർഷം ഫെബ്രുവരിയിൽ തുടങ്ങിയത് 2022 ഈ കൈയായിരുന്നു. പിന്നെ കുറേ കാണിച്ച് ഫിസിയോതെറാപ്പി ചെയ്ത് ഈ കൈ കുറച്ചൊക്കെ എനിക്ക് ശരിയായിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് ഈ കൈ സുഖം കിട്ടിയപ്പോൾ എനിക്ക് ഈ കൈ വന്നു. എനിക്ക് രാത്രിയും പകലൊന്നും ഉറക്കമുണ്ടായിരുന്നില്ല വേദന എടുത്തിട്ട്. പക്ഷെ ഇപ്പം എനിക്ക് നന്നായി കൈ പൊക്കാൻ പറ്റുന്നുണ്ട്, ബാക്കിലേക്ക് തിരിക്കാൻ പറ്റുന്നുണ്ട്. ഇതിന് നന്ദി പറയുന്നു. 1.5 വർഷമായിട്ട് കൈ സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തൊരു കൈ നോക്കണമേ. മറ്റൊരാളുടെ സാക്ഷ്യം കേട്ടുകൊണ്ട സമയത്ത് കർത്താവ് സുഖപ്പെടുത്തിയത്. ഇതാണ് ആ സാക്ഷ്യത്തിൻ്റെ ശക്തി എന്ന് പറയുക. നിങ്ങൾ ഓരോരുത്തരിലും പുറപ്പെടുന്ന അഭിഷേകമാണത് സുഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളിലുള്ള അഭിഷേകം ഉണരുകയും അത് കേൾക്കുന്ന ആളിൻ്റെ സൗഖ്യം കൊണ്ട് മാറുകയും ചെയ്യും. നമ്മുടെ അഭിഷേകത്തിൻ്റെ ഒരു മഹത്വമാണത്. ഹല്ലേലൂയ. മൈക്ക് കൊടുത്തു. ഇവിടെ വന്നേ, 2 കൈ പൊക്കി, എന്നിട്ട് പൊക്കി മുകളോട്ട്, എന്നിട്ട് ആ കൈ എന്നിട്ട് പൊയ്ക്കൂ. ആ കൈയിൽ പ്രശ്നം ഉണ്ടായിരുന്നു, ആ കൈയാണോ താത്തേ? മുകളോട്ട് പൊക്ക നന്നായിട്ട്. ഒന്നുകൂടെ അവിടെ ഇനിയും ഫ്രീ ആകാനുണ്ടോ? ഇതാ പറയുന്നു. സൗഖ്യം പ്രാപിക്കട്ടെ. ഇവിടെയുള്ള നാഡീഞരമ്പുകൾ കെട്ടഴിയട്ടെ. കൈ പുറകോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു, ഇപ്പോൾ കൈ പുറകോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. എന്നാന്നേ കൈ മുകളിൽ പോക്കി, ഫ്രീ. താഴത്തെ മുകളിൽ പോക്ക, ഒന്നൂടെ ഇങ്ങോട്ട് പോക്കി. ആമേൻ, ആമേൻ, ഗ്ലോറി. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്ത്രീ, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാവും. പൊയ്ക്കോളൂ, പൊയ്ക്കോ. ഇനി ആരെങ്കിലും ഉണ്ടോ?
ഇന്നത്തെ പ്രാർത്ഥനയിൽ വലിയ അഭിഷേകം കടന്നു വന്നു. കുറച്ച് ഇനിമയിൽ നിന്നൊക്കെ മാറാൻ സാധിച്ചു. അപ്പം പിന്നെ എനിക്ക് മധ്യസ്ഥ പ്രാർത്ഥന വഴി വലിയൊരു കെട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് കർത്താവ് വിടുതൽ തന്നു. കാരണം അത് വലിയ എനിക്ക് ആത്മീയമായി വളരാനൊക്കെ തടസ്സമായിരുന്നത്. വലിയൊരു വിടുതൽ എനിക്ക് കർത്താവ് തന്നു എനിക്ക്. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തോത്രം. നന്ദി കർത്താവേ. വേറെ ആരാണ്? ഓടി വരണേ, സമയം കഴിഞ്ഞത്. എൻ്റെ പേര് ജോയി. ഈ മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു എന്നുള്ള വചനം പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ശരിക്കും ഒരു ശരീരത്തേക്ക് കല്ലുമഴ പെയ്യുന്ന പോലെ അതിശക്തിയോടെ ഉള്ള ഒരു അവസ്ഥയിലായി. ഞാൻ വലിയൊരു മഞ്ഞിന് ഉള്ളിൽ അകപ്പെട്ട അവസ്ഥയിലായി. അത് സമയങ്ങളിൽ അഭിഷേകം സ്വീകരിക്കാൻ എൻ്റെ ശരീരത്തിൽ ഭയങ്കര അസ്വസ്ഥതകൾ, പ്രശ്നങ്ങളായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം പൂർണ്ണമായും മാറി ഫ്രീ ആയി. പിന്നെ അഗ്നിയും ശക്തിയും എല്ലാം സ്വീകരിക്കാൻ സാധിച്ചു. എൻ്റെ കൈയുടെ കുഴയ്ക്ക് ഇവിടെ ഒരു തടി പിടിച്ചപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു അവസ്ഥ വന്നിട്ട് ഇവിടുത്തെ ഒരു ഇണക്കിങ്ങനെ വിട്ടിരിക്കുകയായിരുന്നു. അതിങ്ങനെ തിരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അത് സൗഖ്യപ്പെട്ടു. ഹല്ലേലൂയ. ആ സഹോദരി സാക്ഷ്യപ്പെടുത്തിയ ആൾ കയ്യിൽ നിന്ന് കുടഞ്ഞ് മുകളോട്ട്. ഓക്കെ, നേരിലോട്ട്. ക്രൈസ്തവോടെ എൻ്റെ പേര് തോമസ്. ഞാൻ ഇന്ന് 3 ജാമൽ എനിക്ക് എഴുന്നേറ്റ് നിന്ന് ചൊല്ലാൻ പറ്റാത്തൊരവസ്ഥ, വലിയൊരു ക്ഷീണം വളർച്ചയിലായിരുന്നു. പക്ഷേ ഡോമറ ആ ശുശ്രൂഷ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അഭിഷേകം പെട്ടെന്ന് ഉണർന്ന് ശക്തമായിട്ട് ആരാധിക്കാൻ, വലിയൊരു അഭിഷേകം എനിക്ക് കടന്നു വരാനും വലിയ ശക്തി പ്രാപിക്കാനും കഴിഞ്ഞു. കൂടാതെ എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം, എൻ്റെ കാലിന് ആക്സിഡൻറ്റ് പറ്റിയ ശേഷം എനിക്ക് ചാടാൻ പറ്റില്ലായിരുന്നു. 2 കാലും കൂട്ടി വെച്ച് ഞാനിപ്പോൾ അതെനിക്ക് ചാടാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് തങ്കച്ചൻ. ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ഭാരമെല്ലാം കുറഞ്ഞ് ഞാൻ പൊങ്ങ് പോലെ ആകുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. ഇതിനു മുമ്പുള്ളൊരു സാക്ഷ്യമുള്ളത് കഴിഞ്ഞ ഡിസംബർ 9-ാം തീയതി മുതൽ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഞാൻ 8 ദിവസത്തോളം കൂടാറ്റിലായിരുന്നപ്പം പുറത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് മരുന്ന് മേടിച്ച് ആൻറ്റിബയോട്ടിക് തന്നിരുന്നു. പക്ഷേ എൻ്റെ നില കുറഞ്ഞില്ല, കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. 15-ാം തീയതി കഴിയുമ്പോൾ എൻ്റെ മുഖത്തും കാലും എല്ലാം നീരായി. ഞാൻ അവിടുന്ന് വീട്ടിൽ വന്നു. തൊട്ടടുത്തുള്ള കട്ടപ്പന ആശുപത്രിയിൽ അഡ്മിറ്റായി. അവിടെ അഡ്മിറ്റായതിനു ശേഷം എനിക്ക് പിന്നെ കൂടുതലായിട്ട് ശ്വാസമുട്ടലുണ്ടാകുകയും പനി, അത്രയും ദിവസവും പനിയും ഉണ്ടായിരുന്നു. പനിയൊന്നും കുറയാതിരിക്കുകയും ചെയ്തു. പിന്നെ മോഷണം പോകുന്നതുണ്ടായി. 8 പ്രാവശ്യമൊക്കെ മോഷണം പോകാൻ തുടങ്ങി എനിക്ക്. അപ്പോൾ അവർ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് അവർ പറഞ്ഞു, കിഡ്നിക്ക് വലുപ്പ് വ്യത്യാസമൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ ക്രിയാറ്റിൻ ലെവൽ ഭയങ്കരമായിട്ട് കൂടുതലാണ്, അതുപോലെ തന്നെ കരളിന് വീക്കമുണ്ട്, ഹാർട്ടിൽ വെള്ളം കെട്ടുന്നുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ശ്വാസമുട്ടൽ കൂടിക്കൊണ്ടിരുന്നു. ഈ മോഷനും 8 പ്രാവശ്യമൊക്കെ പോകുന്നുണ്ട്. ഞാൻ അവർ പറഞ്ഞു പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കരുത്, പിന്നെ വീട്ടിൽ നിന്ന് മാത്രമായി ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ അവിടെ ആയിരിക്കുമ്പോൾ ബുധനാഴ്ചയായിട്ടും വലിയ വ്യത്യാസമൊന്നും വരാത്തതുകൊണ്ട് വീട്ടുകാരും മറ്റു പലരും പറഞ്ഞു അവിടെ ചികിത്സിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി എന്നെ പാലാ മെഡിസിറ്റി കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ തോമസ് ബ്രദറൊക്കെ ആ ദിവസം അറിഞ്ഞിട്ട് തോമസ് ബ്രദറും ജോയി ബ്രദറും സിബി ഒക്കെയും ബഹുദറും ഒക്കെ ഉണ്ടായിരുന്നു. അവർ വന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ഡിസ്ചാർജിന് വേണ്ടി എല്ലാം ഒരുങ്ങിയിരിക്കുമ്പോൾ അവർ ഒന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ തൊട്ട് പുറകെ തന്നെ ടോമർ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതിന് ശേഷം അന്ന് തന്നെ എൻ്റെ പനി മാറി. അതിൽ പിന്നെ ഞാൻ പാലാ മെഡിസിറ്റി ചെല്ലുമ്പോൾ എനിക്ക് ശ്വാസമുട്ടലില്ല. ജോബിദർ വന്ന് സംസാരിക്കുമ്പോൾ ജോബിദർ പറഞ്ഞായിരുന്നു, ഞങ്ങൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അധികം വർത്തമാനം പറയേണ്ട എന്നോട് പറഞ്ഞായിരുന്നു. അത്രമാത്രം ശ്വാസമുട്ടലുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ആ ശ്വാസമുട്ടലുണ്ടായില്ല. ഞാൻ പാലാ മെഡിസിറ്റി ചെല്ലുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം എനിക്കില്ല. പനി എനിക്ക് ഇല്ലായിരുന്നു. അതുപോലെ മോഷനിലായാലും 8 പ്രാവശ്യമൊക്കെ മോഷൻ പോയിക്കൊണ്ടിരുന്നത് 4ഉം 3ഉം ഒക്കെ ആയി മെഡിസിറ്റി ചെന്നതിന് ശേഷം. പിന്നെ അവർ 5 ദിവസം ആൻറ്റിബയോട്ടിക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആൻറ്റിബയോട്ടിക്കിന് ശേഷം 5 ദിവസങ്ങൾക്ക് ശേഷം 24-ാം തീയതി ഞാൻ ഡിസ്ചാർജായി വീട്ടിൽ പോന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, ഈ മകൻ വളരെ വേഗം മകൻ്റെ മേലുണ്ടായ ഒരു ആക്രമണവും തങ്കച്ചനെന്ന സഹോദര, നിൻ്റെ മേൽ മരണത്തിൻ്റെ നിയമത്തിന് ഇട്ടമില്ല. നീ യേശുവിനോട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. മരണത്തിൻ്റെ എല്ലാ ശക്തികളും അത് വേരോടെ പിഴുത് എറിയപ്പെടട്ടെ. ബി ഫ്രീ. ഗ്ലോറി നിറയട്ടെ. തൻ്റെ അഭിഷേകം പുതുവീഞ്ഞായി ഇറങ്ങി നിറയട്ടെ. ആമേൻ. ഗ്ലോറി.
ദൈവകൃപ നിറഞ്ഞ കൈ തലവെച്ച് ദൈവകൃപ നിറഞ്ഞ പറയുമേ സൃഷ്ടി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായ ഈശോ അനുഗ്രഹീതനാകുന്നു. സഹോദര അവിടെ നോക്കി കൈയെടുത്തേ. ആമേൻ. ഇനി ആരെല്ലാം ഉണ്ടോ? എൻ്റെ പേര് തോമാച്ചൻ, കട്ടപ്പന ഇരട്ടയാർന്ന് വരുന്നു. എനിക്ക് കുറേ നാളുകളായിട്ട് തലയ്ക്കെപ്പോഴും എനിക്ക് കുറേ നാളുകളായിട്ട് തലയ്ക്കെപ്പോഴും വേദനയാണ്. വൈകിട്ടാകുമ്പോഴത്തേക്ക് എൻ്റെ വേദന കൂടും, നേരം വിളക്കുമ്പോൾ കുറയും. ഇന്നലെയൊക്കെ വേദന ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ രാവിലെ സാധാരണ വേദന ഉണ്ടാകാറുള്ളതല്ല, പക്ഷേ ഇന്ന് പോകുന്ന വഴിക്ക് ഇവിടെ ആയപ്പോഴത്തേക്ക് നല്ല വേദനയാണ്. ശരിക്കും ഇങ്ങനെ വട്ടത്തിലിങ്ങനെ വേദനയാണ്. പക്ഷേ ഈ ആരാധനയെ സ്തുതിപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വേദന കംപ്ലീറ്റ് മാറി. വളരെ വലിയ അനുഭവം. കാരണം വളരെ വർഷങ്ങൾക്ക് ശേഷം, എനിക്കറിയില്ല, ജീവിതത്തിൽ ഏറ്റവും ആദ്യമായിട്ട് ഒത്തിരി അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയോന്നും അറിയില്ല, കർത്താവ് എന്തൊക്കെയോ അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. ദൈവത്തിന് നന്ദി. നന്ദി, സ്തോത്രം. കഴിഞ്ഞില്ലേ? ഇനി ആരെല്ലാം ഉണ്ടോ? കൈകളെ സ്രോതത്തിലേക്ക് ഉയർത്തി പിടിക്കാം. കർത്താവ് അയച്ച അഭിഷേകത്തിന് നമുക്ക് നന്ദി പറയാം. സ്പിരിറ്റിന്റെ നാമത്തിന് നമുക്ക് നന്ദി പറയാം. സ്പിരിറ്റിന്റെ നാമമാണ്, ആ ശക്തിയാണ് നിന്നെ വിടുവിച്ച് നിന്നെ സുഖപ്പെടുത്തി നിന്നെ സ്വതന്ത്രമാക്കിയത്. പ്രധാന അഭിഷേകത്തെ സ്നേഹിക്കുവാൻ നമുക്ക് നൽകപ്പെട്ട അഭിഷേകത്തെ എത്രമാത്രം നമ്മൾ സ്നേഹിച്ച് ആദരിച്ച് ആരാധിക്കണം. അതിന് കഴിയാൻ പോയ നിമിഷങ്ങൾക്ക് മാപ്പ് ചോദിക്കാം. കർത്താവ് ആഗ്രഹിക്കുകയാണ് ഉള്ളിൽ വസിച്ചുകൊണ്ട് നിറഞ്ഞ് നമ്മളിവിടെ തുളുമ്പി ഒഴുകുവാനായിട്ട്. അന്ന് ബാബു സഹോദരൻ കട്ടപ്പനയിൽ ഞാൻ ഓർക്കുന്നു, ഞാൻ ആ ഫോണിലൂടെ സംസാരിച്ച് മുഴുവനും സുവിശേഷ വൽക്കരണത്തെക്കുറിച്ചാണ്. താൻ വിളിയെക്കുറിച്ചായിരുന്നു വിചാരിക്കുന്നു. താൻ വേണ്ടി വേല ചെയ്യേണ്ട ആവശ്യകത, വിളി കിട്ടിയ വ്യക്തികൾ ഓരോരുത്തരും ഇത്രമാത്രം തങ്ങളെ തന്നെ വിട്ടുകൊടുത്ത് കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടേ പറ്റൂ. വിളിക്കപ്പെട്ടവർ വളരെ, ബട്ട് ദോസ് ഹു ആർ ചോസൺ, തിരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ കുറച്ചു മാത്രം. ഒത്തിരിയേറെ പേര് ദൈവം വിളിച്ചോ, അഭിഷേകം കൊടുത്തു, പക്ഷെ അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് വളരെ കുറച്ച് പേർ മാത്രമാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ ലോകം മുഴുവന് വേണ്ടി ഓടാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നീ ഒരു സ്പിരിറ്റിൻ്റെതായി നീ തീരുമാനിക്കണം, ഈ അഭിഷേകത്തോട് ചേർന്ന് ഈ അഭിഷേകത്തിന് വിധേയപ്പെട്ട് അനുസരിച്ച് ദൈവത്തിൻ്റെ പരിസ്ഥിതി ഞാൻ ജീവിക്കാൻ തയ്യാറാണോ? അതിനെന്നെ പരിശുദ്ധാത്മാവിനെ ഒരുക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഈ അഭിഷേകത്തിൽ നമ്മൾ വിളിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വസ്തമായി ജീവിച്ചുകൊണ്ട് ഇനിയുള്ള നാളുകൾ ശക്തിയോടെ മുന്നോട്ട് പോകുവാൻ കർത്താവേ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി, ആരാധന, സ്തോത്രം അങ്ങേക്കും മഹത്വം. സ്തുതിക്കുന്ന സ്തോത്രം പിതാവേ. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. ആരാധന, ആരാധന. അന്ധകാരത്തിന് ആധിപത്യങ്ങളെ ബന്ധിച്ചുകൊണ്ട്, നാരീയ ശക്തികളെ ബന്ധിച്ചുകൊണ്ട്, എല്ലാ പ്രഭുത്വങ്ങളെ അശുദ്ധാത്മാക്കളെ ബന്ധിച്ചുകൊണ്ട് എല്ലാ തിന്മകളും വിട്ടും മാറട്ടെ, കീഴടങ്ങട്ടെ. എല്ലാ തലമുറകളും കീഴടങ്ങട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാവുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവ ദൈവത്തിൻ്റെയും സാന്നിധ്യവും ആധിപത്യവും അധികാരവും ശക്തിയും സംരക്ഷണവും വിശകന്യാമറിയതിൻ്റെ മധ്യസ്ഥവും അനുഗ്രഹവും അവിടുത്തെ അഭിഷേകത്തിൻ്റെ മുദ്രയും നമ്മെല്ലാവരും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. അമേൻ, അമേൻ, അമേൻ. ഹല്ലേലൂയ.